ആ സ്ത്രീയോട് ഏറ്റവും മാന്യമായി പെരുമാറി ഏക രാഷ്ട്രീയക്കാരൻ PC ജോർജാണെന്ന് അവർ തന്നെ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. ഇപ്പൊ അവര് പറയുന്നത് വേണ്ടാതിനൊന്നുമില്ല, അവരെ പിടിച്ചെന്ന് മാത്രം. ഞാൻ നിരപരാധിയാണെന്ന് തെളിയും. 100% പറയുന്നു. ഈ ഒരു കാര്യം കൊണ്ടൊന്നും പിണറായി വിജയൻ രക്ഷപ്പെടുകയില്ല. എന്നെ ഈ പിണറായി വിജയനെ ചില്ലറ മേടിച്ചോണ്ട് കാശും മേടിച്ചോണ്ട് ഈ കാണിക്കുന്ന മര്യാദകേടിന് ദൈവം തമ്പുരാൻ അവരോട് ക്ഷമിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ഇതിനകത്ത് ഒരു പ്ലാനിങ്ങും ഇല്ല. ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കണം, പ്ലാൻഡ് അല്ല. ഇതൊരു 10/2 നടന്നതാണ്, ഫെബ്രുവരിയിൽ. ഞാനത് നമ്മൾ എപ്പോഴും നമുക്ക് UDF നിന്ന് ആരോപണങ്ങൾ വന്നു. അപ്പോൾ ഒരു മെൻറ്ററായിട്ട് ഒരു രക്ഷകനായിട്ട് വന്ന ഒരാളുടെ നിന്ന് വീണ്ടും മോശമായിട്ടൊരു അനുഭവം വന്നു. അത് പർപ്പസ്ഫുള്ളി ഞാൻ പബ്ലിക്കിന് മുമ്പിൽ കൊണ്ടുവന്നില്ല. പക്ഷേ എനിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ പോലീസിനോട് അത് ഡിസ്ക്ലോസ് ചെയ്യപ്പെടേണ്ടി വന്നു. ഈ ഗൂഢാലോചനയുടെ അപ്രതീക്ഷിത സംഭവങ്ങളുടെ ആറാട്ടാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത്. അതിലൊടുവിലത്തേതാണ് PC ജോർജിന്റെ അറസ്റ്റ്. ഗൂഢാലോചന കേസിൽ മൊഴി നൽകാനെത്തിയ PCക്ക് പോലീസ് നീക്കം അത്രമേൽ അപ്രതീക്ഷിതമായിരുന്നു. കുറച്ചുനാൾ മുമ്പാണ് സോളാർ പീഡന കേസിലെ പരാതിക്കാരിയും PC ജോർജും തമ്മിലുള്ള ഒരു സംഭാഷണം പുറത്തുവന്നത്. അതിലെ സംബോധനകൾ വിവാദമായപ്പോൾ തന്റെ കൊച്ചുമകളെ പോലെയാണ് പരാതിക്കാരി എന്നായിരുന്നു PCയുടെ പ്രതികരണം. ആ PCയാണ് അതേ പരാതിക്കാരി ഉന്നയിച്ച പീഡന കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്. പക്ഷെ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നു പോലുമല്ല PC ജോർജിന്റെ പ്രതികരണം. പിണറായി വിജയനെതിരെയാണ് ആരോപണം. പരാതിക്കാരി പണം പറ്റി നടപ്പിലാക്കുന്ന കൃത്യമെന്നാണ് ആരോപണം. ഉമ്മൻചാണ്ടിക്കെതിരെ മൊഴി നൽകാൻ തയ്യാറാകാത്തതിനുള്ള പ്രതികാരമെന്നാണ് വിശദീകരണം. രാഷ്ട്രീയ ആരോപണങ്ങളെ സാധൂകരിക്കാൻ ചൂണ്ടിക്കാണിക്കുന്നത് പോലീസ് ഇക്കാര്യത്തിൽ പുലർത്തിയ കൃത്യനിർവഹണ വ്യഗ്രതയാണ്. കുറെ ക്രിമിനൽ സംഘങ്ങളുടെ ആരോപണങ്ങളും മൊഴികളും വെളിപ്പെടുത്തലും ഒക്കെ കൊണ്ട് കലുഷിതമായ കേരള രാഷ്ട്രീയം മുന്നോട്ട് തന്നെ. പ്രിയ പ്രേക്ഷകർക്ക് സൂപ്പർ പ്രൈം ടൈമിലേക്ക് സ്വാഗതം. CPM-ൽ നിന്ന് ശ്രീ ജെയ്ക് സി തോമസ്, കോൺഗ്രസിൽ നിന്ന് ശ്രീ ജ്യോതികുമാർ ചമക്കാല, BJP-യിൽ നിന്ന് നാരായണ നമ്പൂതിരി എന്നിവരാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ജെയ്ക്ക് അല്പസമയത്തിനകം നമ്മളോടൊപ്പം ചേരും. ശ്രീ ജ്യോതികുമാർ ചമക്കാല, ഇപ്പോൾ ഈ സംഭവ വികാസങ്ങൾ തീർത്തും അപ്രതീക്ഷിതമായ ചില രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ, രാഷ്ട്രീയമെന്ന് പറയാമോ എന്നുള്ളത് മറ്റൊരു തർക്ക വിഷയമാണെങ്കിൽ പോലും ഉണ്ടാകുന്നു. കോൺഗ്രസിന്റെ ഈ കാര്യത്തിലൊരു നിലപാട് എങ്ങനെയാണ്? കോൺഗ്രസ് എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? കോൺഗ്രസ് ഈ സംസ്ഥാനത്ത് വളരെ പരമപ്രധാനമായി നോക്കിക്കാണുന്നത് ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ചെയ്തികളും സർക്കാരിനെതിരായി വന്നിട്ടുള്ള വിമർശനങ്ങളും തന്നെയാണ്. ഇവിടെ നമുക്കറിയാം, ഈ സർക്കാരിനെതിരായി വന്നിട്ടുള്ള നിരവധി പരാതികൾ, ആ പരാതികളിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായ നിലപാട്, സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്തത്, ആ സ്റ്റേറ്റ്മെന്റിനെ തുടർന്ന് നടന്നുള്ള സംഭവവികാസങ്ങൾ ഒക്കെ നമുക്കറിയാം. ആ 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്തതിന്റെ പേരിൽ അപ്പോൾ തന്നെ സരിത്തിനെ പിടിച്ചു വെക്കുന്നതും അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങുന്നതും അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ തൊട്ട് പുറകെ തന്നെ 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്തതിന്റെ പേരിൽ ഇന്നും 164 സ്റ്റേറ്റ്മെന്റിന്റെ ബേസിലാണല്ലോ ഇന്നും കേസുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഒരു 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്തതിന്റെ പേരിൽ KT ജലീൽ എന്ന മുൻ മന്ത്രി തന്നെ മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ച് കന്റോൺമെന്റ് ഹൗസിൽ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുള്ള പരാതി, ആ പരാതിയിൽ സാക്ഷിയായി വന്നിട്ടുള്ളത് ആരാണെന്ന് ഞാൻ പ്രത്യേകമായി എടുത്തു പറയേണ്ടതില്ല, ഇന്നത്തെ പരാതിക്കാരി തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ഭാഗത്ത് അങ്ങനെ പോകുന്നു, മറുഭാഗത്ത് ADGP ക്രൈമും അതുപോലെ തന്നെ അന്നത്തെ വിജിലൻസ് ഡയറക്ടർ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, ചില അവതാരങ്ങളുമായി ചേർന്ന് നടത്തിയിട്ടുള്ള ഇടപാടുകൾ, അവർ 40 പ്രാവശ്യത്തോളം 30 പ്രാവശ്യത്തിലധികം അവർ തമ്മിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഫോണിൽ സംസാരിച്ചത്. അതുപോലെ തന്നെ ആ സ്വപ്ന സുരേഷിനോട് ഷാജ് കിരൺ വെളിപ്പെടുത്തിയത് നാളെ അറസ്റ്റ് ചെയ്തു, വിളിച്ചപ്പോൾ പറയുന്നു ഇത്ര മണിക്കൂർ കഴിയുമ്പോൾ വിടും എന്ന് പറയുന്നു. അപ്പോൾ ഈ അവതാരങ്ങൾക്ക് പോലീസിലുള്ള സ്വാധീനം, ആ സ്വാധീനത്തെ തുടർന്ന് ADGP മാറ്റേണ്ടി വന്ന സാഹചര്യം, അപ്പോൾ ഇതിനെ സംബന്ധിച്ചൊക്കെ അജിത് കുമാർ മാറ്റിയെന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന് തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹത്തിന് വേറെ നിയമനം കിട്ടിയിട്ടുണ്ട്, എക്സ് കേഡർ പദവി തന്നെ ഉണ്ടാക്കിക്കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വിദേശത്തേക്ക് ബാഗ് കൊണ്ടുപോകുന്നത് മറന്നുപോയോ എന്നതിനെ സംബന്ധിച്ച്, ബാഗ് കൊണ്ടുപോകാൻ മറന്നിട്ടില്ല എന്ന് മുഖ്യമന്ത്രിയും എന്നാൽ ബാഗ് കൊണ്ടുപോകാൻ മറന്നു എന്ന് സ്വപ്ന സുരേഷും ശിവശങ്കറും പറയുന്നതുമായി ബന്ധപ്പെട്ട് ഒക്കെ ഉള്ള വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അതിനപ്പുറത്തേക്ക് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജയ്ക്ക് ബാലകുമാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, അതിനകത്ത് മുഖ്യമന്ത്രി നിയമസഭയിൽ ഒന്ന് പറയുന്നു, മുഖ്യമന്ത്രിയുടെ മകൾ പുറത്തും അവരുടെ വെബ്സൈറ്റിലും വ്യത്യസ്തമായി പറയുന്നു. ഇതിനെയൊക്കെ സംബന്ധിച്ചുള്ള തർക്കം ഇവിടെ നിൽക്കുന്നു. സ്വപ്ന സുരേഷിന് സെക്രട്ടേറിയറ്റിൽ ജോലി കിട്ടിയതിനെ സംബന്ധിച്ചും അവിടെ ഈ പറയുന്ന എക്സാലോജിക്കും PWDs തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊക്കെ നിയമസഭയിൽ ഒരു അടിയന്തര പ്രമേയമായി അവതരിപ്പിച്ചിട്ടും
ഇതിനൊന്നും മറുപടി പറയുവാൻ മുഖ്യമന്ത്രി കഴിയുന്നില്ല. അദ്ദേഹം ആകെ മറുപടി പറഞ്ഞത് നമ്മുടെ മാത്യു കുഴൽനാടിൻ്റെ മേക്കിട്ട് കയറാൻ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് കാതലായ വിഷയങ്ങൾ ഒരു മറുപടിയും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിയമസഭയിൽ ഉണ്ടായില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിന് തൊട്ടടുത്ത ദിവസമാണ് ഇനി ഈ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചു. അത് എല്ലാ പ്രതിപക്ഷ പാർട്ടികളും കാണിച്ചിട്ടുണ്ട്. ആ കരിങ്കൊടി കാണിച്ചതിൻ്റെ പേരിൽ തുടർന്ന് അദ്ദേഹം സഞ്ചരിച്ച വിമാനത്തിൽ തന്നെ 2 ചെറുപ്പക്കാർ നിയമാനുസൃതം യാത്ര ചെയ്യുകയും അദ്ദേഹം വിമാനത്തിൽ നിന്ന് ഇറങ്ങി കാറിൽ കയറിപ്പോയതിനു ശേഷം ഞാനല്ല കോട്ട് ചെയ്യുന്നത്, അത് കോട്ട് ചെയ്യേണ്ടത് കോടിയേരി ബാലകൃഷ്ണനെയും അതുപോലെ ഇ പി ജയരാജനെയുമാണ്. ആ വിമാനത്തിൽ 2 പ്രാവശ്യം പ്രതിഷേധം എന്ന് പറഞ്ഞതിന്റെ പേരിൽ അവരുടെ പേരിൽ എന്തെല്ലാം കേസുകൾ ചാർത്താമോ ആ കേസുകളെല്ലാം ചാർത്തിയതുമായി ബന്ധപ്പെട്ട് അവരെ ഇ പി ജയരാജൻ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് അതിനെതിരെ ഇ പി ജയരാജനെതിരെ ഒരു കേസ് പോലുമില്ല എന്നുള്ളതാണ്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ സംസ്ഥാനത്തുള്ള മുഴുവൻ പാർട്ടി ഓഫീസുകളും അടിച്ചു തകർക്കുമ്പോൾ KPC ഓഫീസിൽ ശ്രീ A. K. ആന്റണിയുടെ പ്രസൻസിൽ അദ്ദേഹം അവിടെ ഉള്ളപ്പോഴാണ് ആ KPC ഓഫീസ് അടിച്ചു തകർത്തത്. സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ മുഴുവൻ ഓഫീസുകളും അടിച്ചു തകർത്തു, തീ വെച്ചു, അവിടേക്ക് ബോംബെറിഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ക്ഷമയോടെ കാത്തിരുന്നു. അതിനുശേഷം ഒരു കാരണവുമില്ലാതെ ബഫർ സോണിന്റെ പേസ് ഒറ്റ പശ്ചാത്തലം പറയണമല്ലോ, ഒന്ന് അവസാനിപ്പിച്ചോട്ടെ. അപ്പോൾ അതിനുശേഷം വയനാട്ടിൽ ശ്രീ രാഹുൽ ഗാന്ധി MP യുടെ ഓഫീസിലേക്ക് എന്തിന്റെ പേരിലാണ് അവിടത്തേക്ക് മാർച്ച് നടത്തിയതെന്നും അത് തകർത്തതെന്നും നമുക്ക് ആർക്കും ഇപ്പോഴും അറിയില്ല. അതിനെതിരെ ഞങ്ങൾ നടപടി ഉണ്ടാകും, നിഷ്കരണമായ നടപടി ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി? ഏതെങ്കിലും ഒരു SFI-ക്കാരനെതിരെ നടപടി എടുത്തിട്ടുണ്ടോ? ഒരു SFI-ക്കാരനെതിരെ നടപടി എടുത്തിട്ടുണ്ടോ? അത് അപ്പോൾ അതൊക്കെ വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്ന പ്രതിഷേധമായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു. അതിനുശേഷം ഇപ്പോൾ നിയമസഭയിൽ അവർ മറുപടിയില്ലാതെ നിൽക്കുന്നു. പൊതുസമൂഹത്തിന് മുന്നിൽ പാർട്ടി ഓഫീസുകൾ അടിച്ചു തകർത്ത ഉൾപ്പെടെയുള്ള വിഷയത്തിൽ അവർക്ക് മറുപടി ഇല്ലാതെ നിൽക്കുമ്പോൾ ഇന്നലെ ഒരു നാടകം AKG സെന്ററിന് മുമ്പിൽ നടന്നു. ആ AKG സെന്ററിന് മുമ്പിൽ നടന്ന നാടകം നമ്മൾ കണ്ടല്ലോ. അത് കേരളീയ സമൂഹം ഏറ്റെടുത്തേയില്ല. അതിന്റെ പിന്നിൽ ശ്രീ ഇ പി ജയരാജനും CPM ആണെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഈ സംസ്ഥാനത്ത് മാത്രം ഞാൻ ചോദിക്കട്ടെ, CPM ഭരിക്കുമ്പോൾ CPM-ന്റെ സംസ്ഥാനത്തെ പാർട്ടി ഓഫീസിന് ഒരു ചെറുക്കൻ വന്ന് ഒരു ബോംബെറിഞ്ഞ് ഒരു ബൈക്കിൽ വന്ന് ഏകരായി വന്ന് ബൈക്കിൽ ബോംബെറിഞ്ഞ് നിരവധി പോലീസുകാർ അവിടെ CCTV അല്ല ഞാൻ പറഞ്ഞിട്ട് ഇതെല്ലാം കൂട്ടി അതിലേക്കാണ് വരുന്നത്. അപ്പൊ നിരവധി CCTVകൾ വെച്ചിട്ടുണ്ട്. അയാളെ കണ്ടെത്താൻ 48 മണിക്കൂറും കഴിഞ്ഞിട്ടും സർക്കാരിന് കഴിയുന്നില്ല, പോലീസിന് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഈ ആഭ്യന്തര വകുപ്പ് എത്രത്തോളം വിജയമാണെന്ന് താങ്കളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ PC ജോർജിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു, അറസ്റ്റ് ചെയ്തിരിക്കുന്നു, അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുന്നു, അദ്ദേഹം ജാമ്യം കൊടുത്തില്ലെന്ന് നമുക്കറിയില്ല. പക്ഷേ PC ജോർജിനെ സംബന്ധിച്ച് അദ്ദേഹം വർഗീയ വിഷം ചീറ്റുന്ന പരാമർശങ്ങൾ നേരത്തെ നടത്തിയതിന്റെ പേരിൽ അന്നും ആലോചിക്കണം. അന്നും അദ്ദേഹത്തെ വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തിന് കൊടുത്തുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയായിരുന്നു? അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടുവരുന്നു, അദ്ദേഹത്തിന്റെ വാഹനത്തിൽ അദ്ദേഹത്തെ വരാൻ സമ്മതിക്കുന്നു, അദ്ദേഹം വരുന്ന വഴിക്കെല്ലാം BJP-ക്കാർക്ക് സ്വീകരണം കൊടുക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഭക്ഷണശാലയിൽ കയറി അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുന്നു, അദ്ദേഹത്തെ വീരപുരുഷനായി സ്വീകരിക്കുവാൻ എല്ലാവർക്കും അവസരം കൊടുക്കുന്നു. ആ രീതിയിലേക്ക് പോലീസ് കൊണ്ടുവരുന്നു. എന്നിട്ട് കോടതിയിൽ അദ്ദേഹത്തെ ഹാജരാക്കിയപ്പോൾ അദ്ദേഹത്തിന് ബെയിൽ കൊടുക്കുന്നു. ചരിത്രത്തിൽ ആദ്യം, ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും. ശരിയാണ്. ആദ്യമായി ഒരു കാര്യം പറഞ്ഞു വരുന്നതുകൊണ്ടാണ് ഈ വലിയ പശ്ചാത്തല വിശദീകരണത്തിന് ഞാൻ അങ്ങേക്ക് സമയം തരുന്നത്. അങ്ങ് ചുരുക്കുമോ? അതെ, ചുരുക്കിയാ വരുന്നേ, അതിലേക്കാ വരുന്നേ. അപ്പോൾ അവിടെ നിന്ന് അദ്ദേഹത്തിന് അന്ന് ജാമ്യം ലഭിക്കുന്നു. അദ്ദേഹം വീണ്ടും ആവർത്തിക്കുന്നു. അതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ വീണ്ടും കേസെടുക്കുന്നു. രണ്ടാമത് ആവർത്തിച്ചതിന്റെ പേരിൽ കോടതി അലക്ഷ്യത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ജാമ്യം ക്യാൻസൽ ചെയ്യപ്പെടുന്നു, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞു. അദ്ദേഹം നടത്തിയതിന് ഒരു കാരണവശാലും അംഗീകരിക്കാൻ നടത്തില്ല. ഈ കേരളീയ സമൂഹത്തിന് യോജിക്കുന്ന പരാമർശങ്ങളേ അല്ല അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. അദ്ദേഹം ഈ വിഷയത്തിലും അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കും. പക്ഷേ നിങ്ങളുടെ ഓഫീസ് അടിച്ചു തകർത്തതാര്? എന്തുകൊണ്ട് നിങ്ങൾക്ക് പോലീസിന് നിങ്ങളുടെ ഓഫീസ് അടിച്ചു തകർത്തവരെ കണ്ടെത്താൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് ഞങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾക്ക്, ആരോപണങ്ങൾക്ക് കൃത്യമായി മുഖ്യമന്ത്രിക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല? അവിടെ ഞങ്ങൾക്ക് ആവശ്യം, ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി. നിങ്ങളുടെ ഓഫീസ് ഇനിയിപ്പോൾ ഞങ്ങൾ സമരം ചെയ്യേണ്ടി വരും. AKG സെന്ററിലേക്ക് ബോംബ് പറഞ്ഞത് ആരെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി UDF സമരരംഗത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്തുകൊണ്ട് ഇത്രയും സമയമായിട്ട് പാർട്ടിയുടെ ഓഫീസ് ശ്രീ ജെക്സി തോമസ് കേൾക്കാമോ? ശരി, അതായത് ശ്രീ ജ്യോതികുമാർ ചാമക്കാല വളരെ നീണ്ട വാക്കുകളിലാണ് സംസ്ഥാനത്തെ ഒരു രാഷ്ട്രീയ സ്ഥിതികളും അതിന്റെ പശ്ചാത്തലവും ഒക്കെ വിശദീകരിച്ചത്. അതായത് അദ്ദേഹം അതിലൂടെ ഉദ്ദേശിച്ചത് ഒരു നീണ്ട സംഭവ വികാസങ്ങൾ ചൂണ്ടിക്കാണിക്കുക വഴി സർക്കാർ പ്രതിരോധത്തിലാണ് എന്ന പ്രതിപക്ഷത്തിന്റെ ചൂണ്ടിക്കാണിക്കലാണ്, പ്രതിപക്ഷത്തിന്റെ ആരോപണമാണ്. ആ പ്രതിരോധ സമയത്ത് ഉണ്ടാകുന്ന കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിന്റെ അറസ്റ്റ് ചില സംഭവ വികാസങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റാനുള്ള തന്ത്രമാണ് എന്നാണ്
വിലയിരുത്തപ്പെടുന്നത്. പ്രതിപക്ഷവും ഇപ്പോൾ BJP നേരിട്ട് ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. കോൺഗ്രസ് അത് പശ്ചാത്തലങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് വിശദീകരണം നടത്തുന്നത്. എങ്ങനെയാണ് CPM PC ജോർജിന്റെ അറസ്റ്റും അതിനെ തുടർന്നുള്ള സംഭവ വികാസങ്ങളും ഒക്കെ നോക്കിക്കാണുന്നത്? ഞാൻ പറയുന്നത് ഈ UDFന്റെ ക്യാബിനറ്റ് പദവി ഉണ്ടായിരുന്ന മുൻ ചീഫ് വിപ്പ് പല രാഷ്ട്രീയ പാർട്ടികൾ മാറി മാറി വന്ന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹം RSSന്റെ പാളയത്തിൽ എത്തിപ്പെട്ട് നിൽക്കുകയാണ്. ഒരു 5 വർഷക്കാലം മുമ്പ് നടന്ന കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അദ്ദേഹം യഥാർത്ഥത്തിൽ SDPI ഉൾപ്പെടെയുള്ള മുസ്ലിം മതതീവ്രവാദ സംഘടനകളുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ടാണ് ജനവിധി തേടിയതും അവരുടെ സഹായം പരസ്യമായി സ്വീകരിക്കുകയും ചെയ്ത അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഇങ്ങനെ മുസ്ലിം മത തീവ്രവാദ സംഘടനയായിട്ടുള്ള NDF ഉൾപ്പെടെ ഇപ്പോൾ വന്നിട്ടുള്ള RSS ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി പ്രവർത്തിച്ച അനുഭവ സമ്പത്തുള്ളയാളാണ് നിങ്ങളിപ്പോൾ സൂചിപ്പിച്ച ഈ മാന്യൻ. കുറച്ച് നാളുകളായി ഇദ്ദേഹത്തിന്റെ വായിൽ നിന്നും പ്രവർത്തിയിൽ നിന്നും കേരളം കേൾക്കുന്നത് അങ്ങേയറ്റം തെറ്റായ ജനാധിപത്യ രാഷ്ട്രീയത്തിന് ഒരിക്കൽ പോലും ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര മലീമസമായ വാക്കുകളും പ്രവൃത്തിയുമാണ്. ഏത് വേദിയിൽ ചെന്നാലും അപരമത വിദ്വേഷവും കീഴാള വിരുദ്ധതയും മനുഷ്യത്വ വിരുദ്ധവുമായ പ്രയോഗങ്ങളും പ്രവൃത്തിയുമാണ് ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഈ പ്രവൃത്തിയൊക്കെ ചെയ്യുന്ന ഒരാൾ അദ്ദേഹം ഇടതുപക്ഷ വിരുദ്ധനാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ ചുമക്കാൻ ഇപ്പോൾ UDFന്റെ ചില ആളുകൾ, എല്ലാവരും ഉണ്ട് എന്ന് ഞാൻ ഇപ്പോഴും സത്യസന്ധമായും കരുതുന്നില്ല, ഇപ്പോൾ UDFന്റെ ചില ആളുകൾ തയ്യാറായി മുമ്പോട്ടേക്ക് വന്നിരിക്കുകയാണ്. BJP സംസ്ഥാന പ്രസിഡന്റ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട ഈ മാന്യനെ സംബന്ധിച്ച് സംരക്ഷണ സ്വഭാവത്തിലുള്ള വാചകങ്ങൾ പറയുന്നത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നില്ല. കാരണം ഇപ്പോൾ അയാൾ RSS ഉയർത്തിപ്പിടിക്കുന്ന വർഗീയ രാഷ്ട്രീയത്തിന്റെ മുന്നണിയിലാണ്, RSSനോടൊപ്പമുള്ള മതാത്മക രാഷ്ട്രീയത്തിന്റെ ചേരിയിലാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അത് അത്ഭുതം സൃഷ്ടിക്കുന്നില്ല. പക്ഷെ UDF ഇപ്പോൾ ഇദ്ദേഹത്തെ സംരക്ഷിക്കുവാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങ് കോട്ട് ചെയ്ത വാചകങ്ങൾ എനിക്കറിയില്ല, കോൺഗ്രസിന്റെ സ്പോക്സ് പേഴ്സൺ അതിവിടെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം തെറ്റായി പോയി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല, അത് പരിഹാസ്യമായി പോയി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം കേരളത്തിൽ രാഷ്ട്രീയ ബഹിഷ്കരണം അർഹിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി ഇയാൾ ഇതിനോടകം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇദ്ദേഹം തൊട്ടുമുമ്പ് അങ്ങേയറ്റം അപരമത വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഒരു പ്രഖ്യാപനം മറ്റൊരു സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് നടത്തുകയുണ്ടായി. കേരളത്തിന് അതൊരു പുതിയ അനുഭവമായിരിക്കും, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർക്ക് UDFന്റെ ഭരണകാലയളവിൽ ഉണ്ടായിട്ടില്ലാത്ത നിലയിൽ. RSS പ്രചാരകരായി വന്ന ആളുകൾക്ക് വേണ്ടി കേസ് പിൻവലിച്ചു കൊടുക്കുകയും എടുത്ത കേസ് ഒഴിവാക്കി കൊടുക്കുകയും MG കോളേജിൽ പ്രിൻസിപ്പലിനെ കൊല്ലുവാൻ ബോംബെറിഞ്ഞ RSS പ്രചാരകനെ മാനുഷിക പരിഗണന കൊടുത്ത്, സവിശേഷകരമായ മാനുഷിക പരിഗണന കൊടുത്ത് മതതീവ്രവാദികളെ വിട്ടയക്കുകയും ചെയ്തിട്ടുള്ള UDF അനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമായി അപരമത വിദ്വേഷവും വർഗീയ കലാപത്തിനും ശ്രമിച്ച ഈ UDFന്റെ മുൻ ക്യാബിനറ്റ് അംഗത്തെ ഇപ്പോഴത്തെ RSS ചേരിയുടെ പ്രതിനിധിയെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് പറഞ്ഞയക്കുന്ന നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സ്വീകരിച്ചു. അദ്ദേഹത്തിന് പൂജപ്പുര സെൻട്രൽ ജയിലിൽ മതവിദ്വേഷത്തിനും കലാപത്തിനുമുള്ള ശ്രമങ്ങളെ കൊണ്ട് ജയിലിൽ പോയി കിടക്കേണ്ടതായി വന്നു. ഇപ്പോൾ അതിന്റെ തുടർച്ചയിൽ മറ്റു ചില പരാതികൾ ഗൂഢാലോചനയുടെ ഭാഗമായി വന്നിട്ടുണ്ട്. സ്വാഭാവികമായി നിയമപരമായി ഒരു സംസ്ഥാന സർക്കാരും ആഭ്യന്തര വകുപ്പും സ്വീകരിക്കുന്ന നടപടിക്രമങ്ങളിലൂടെ കേരള പോലീസ് കടന്നുപോയി. അപ്പോൾ അദ്ദേഹത്തെ വീണ്ടും അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ കണ്ടിട്ടുള്ള നടപടിക്രമങ്ങളിലൂടെ പോകേണ്ടതായി വന്നു. UDF പ്രതിനിധിയുടെ പരിപൂർണമായ വാദങ്ങൾ എല്ലാവും എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഈ ചർച്ചയിൽ പങ്കെടുത്ത് തുടക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി, ഇങ്ങനെ തെറ്റു ചെയ്ത SFIക്കാരെ സംരക്ഷിക്കുകയല്ല കേരളത്തിലെ ഇടതുപക്ഷം, അതിൽ നിന്ന് തെറ്റ് ചെയ്ത ആളുകളെ തള്ളിപ്പറഞ്ഞ് ഒരു രാഷ്ട്രീയ മര്യാദ കാണിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഞങ്ങൾ ഈ സംഭവത്തെ ആദ്യം തന്നെ അപലപിച്ചിട്ടുള്ളതാണ്. ആങ്കർ ഉൾപ്പെടെ ഈ സംവാദം ശ്രദ്ധിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യായുസുകൾക്ക് മുമ്പിൽ, അതായത് വയനാട് പാർലമെന്റ് അംഗത്തിന്റെ ഓഫീസിലെ ജനാലച്ചില്ല് തകർത്തതും അതിനുള്ളിൽ വാഴ വെച്ചതും, ഇത് രണ്ടും തെറ്റാണ്. ഇത് ജനാധിപത്യ രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പാടുള്ളതല്ല, അത് തിരുത്തേണ്ടതുണ്ട് എന്ന നിലപാട് രാജ്യത്തും കേരളത്തിലും ഇടതുപക്ഷം സ്വീകരിച്ചതാണ്. അത് തിരുത്തുകയും ചെയ്യും. അതോടൊപ്പം നമ്മൾ കാണേണ്ടത് എന്താണ്, ഞങ്ങൾ ആ ഘട്ടം മുതൽ ഏത് സമയത്തും തിരികെ ചോദിക്കുന്നുണ്ട്, ഇത് ഒരു ജനാലച്ചില്ല് തകർക്കുകയും വാഴ വെക്കുകയും ചെയ്തിട്ടുണ്ടായ സംഭവമാണ്, അതും തെറ്റ്. ആ തെറ്റ് ചൂണ്ടിക്കാണിക്കുകയും അത് ഏറ്റുപറയുകയും അത് തിരുത്തുവാനും കേരളത്തിലെ ഇടതുപക്ഷം നേതൃത്വമാകും. പക്ഷേ അതിനോട് സമീകരിച്ചുകൊണ്ട് ഇത്രയും ഫ്ലോർ ഇരുന്നു കൊണ്ട് തന്നെ എത്രയോ കോൺഗ്രസ് പ്രതിനിധികളോട്, മാധ്യമ സമൂഹത്തോട്, പ്രേക്ഷക സമൂഹത്തിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടു. മാസങ്ങളുടെ ഇടവേളകൾക്ക് മുമ്പ് ഒരു രാഷ്ട്രീയ സാമുദായിക നേതാവിൻ്റെയും പിന്തുണയില്ലാതെ, ശുപാർശക്കത്തില്ലാതെ നമ്മളുടെ നാട്ടിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രതിഭയുടെ കരുത്തിൽ പ്രവേശനം നേടിയ ധീരജ് എന്ന് പറയുന്ന വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയെ ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസിനുള്ളിലേക്ക് കയറി ചെന്ന് മതതീവ്രവാദ സംഘത്തിന്റെ പ്രൊഫഷണലിസത്തെ തോൽപ്പിക്കുന്ന വിധത്തിൽ ഒറ്റ കുത്തിനാണ് കുത്തി കൊലപ്പെടുത്തിയത്. ആ കൊലപ്പെടുത്താൻ നേതൃത്വമായവർ യൂത്ത് കോൺഗ്രസിന്റെ KSUവിന്റെ ജില്ലാ ഭാരവാഹികളാണ്. അവർ കൊലക്കേസിൽ ജയിലിൽ പോയി. ജയിലിൽ പോയതിനു ശേഷമെങ്കിലും നിങ്ങൾ നടപടിയെടുത്തോ, നിങ്ങൾ പുറത്താക്കിയോ, നിങ്ങൾ തിരുത്തിയോ? എനിക്ക് പ്രാഥമികമായി മനസ്സിലാകുന്നില്ല. ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചുകൊള്ളട്ടെ. ആങ്കർ കോൺഗ്രസ് പ്രതിനിധിക്ക് കൊടുത്ത സമയം എനിക്ക് വേണ്ട.
പ്രതിനിധിക്ക് കൊടുത്തത്ര സമയം എനിക്ക് വേണ്ട. ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചുകൊള്ളട്ടെ. വിശാലമായി സംസാരിക്കാൻ അദ്ദേഹത്തിന് സമയം കൊടുത്തു. എനിക്കതിൽ പ്രതിഷേധമൊന്നുമില്ല. പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ള സമയം അങ്ങനെ എനിക്ക് അനുവദിച്ചില്ലെങ്കിൽ പക്ഷേ നമ്മൾ കണ്ടതാണ് ആ കൊലക്കേസ് പ്രതികൾ പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹം അവർക്ക് സ്വീകരണം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം തിരുത്തലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അങ്ങ് തിരികെ ഇത് ചോദിച്ചില്ല. അങ്ങ് ചോദിച്ചിരുന്നുവെങ്കിൽ ഞങ്ങളുടെ ജോലി കുറച്ച് എളുപ്പമായനെ. ഒരു ഗ്ലാസ് അടിച്ച് തകർത്ത ഒരാളെ തിരുത്തുമെന്ന് ഇടതുപക്ഷം പറയുമ്പോൾ ഒരു വിദ്യാർത്ഥിയെ കൊന്ന സഹപ്രവർത്തകനെ എടുത്ത് ഒക്കത്ത് വെച്ചിട്ടല്ലേ കോൺഗ്രസിന്റെ പ്രതിനിധി ഈ സംവാദത്തിൽ വന്നിരുന്ന് പങ്കെടുക്കുന്നത്? അതിലെ ആ വധശ്രമ കേസിലെ മറ്റൊരു പ്രതി 6 വാഹനം മോഷ്ടിച്ച വാഹനമോഷണ കേസിലെ പ്രതിയാ. അയാൾ ഇപ്പോഴും KSUവിന്റെ ജില്ലാ സെക്രട്ടറിയാ. വാഹനം മോഷ്ടിച്ച കേസിലെ പ്രതിയും കൊലക്കേസിലെ പ്രതിയെയും ഒരേപോലെ ജില്ലാ നേതാവായി ഇരുത്തി ഒക്കത്ത് വെച്ചിട്ടാണ് കോൺഗ്രസ് നേതാവ് ഇവിടെ വന്നിരുന്നിട്ട് വാഴ വെച്ച കേസിലെ SFIക്കാർക്കെതിരെ നിങ്ങൾ നടപടിയെടുക്കാൻ വൈകുന്നത് എന്ത് എന്ന് ചോദിക്കുന്നത്. ഇത് കേട്ടിട്ട് നിശബ്ദമായിരിക്കാൻ എങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഓർമ്മയ്ക്ക് പരിക്ക് പറ്റിയിട്ടില്ലാത്ത ഏതു സാധാരണക്കാരന് കഴിയും? കൊന്നിട്ട് വന്നാലെങ്കിലും പുറത്താക്കണ്ടേ? വാഹനം മോഷ്ടിച്ചാലെങ്കിലും പുറത്താക്കണ്ടേ? ഇത് സാമൂഹ്യ വിരുദ്ധനും മനുഷ്യത്വ വിരുദ്ധരുടെയും സംഘമായി ഇങ്ങനെ മാറാവോ? എന്നിട്ട് അവർ വന്നിട്ട് നടപടിയെക്കുറിച്ച് പറയുക. അതിനെക്കുറിച്ച് KPCC പ്രസിഡന്റ് പറഞ്ഞത് ഇരന്നു വാങ്ങിയ രക്തസാക്ഷിത്വം. മാപ്പ് പറയാൻ നമ്മുടെ നാട്ടിൽ ഒരു മാധ്യമം ആവശ്യപ്പെട്ടിട്ടില്ല കേട്ടോ. അതിന്റെ തുടർച്ചയിൽ പറഞ്ഞത് ഞങ്ങളുടെ കുട്ടികൾ ഞങ്ങൾ ചെയ്യും. ഇങ്ങനെ എപ്പോഴെങ്കിലും ഇടതുപക്ഷം പറഞ്ഞോ? AKG സെന്റർ ആക്രമണത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് എന്താ? നാടകമെന്നോ? എന്തടിസ്ഥാനത്തിലാണ് ഒരു മര്യാദയൊക്കെ വേണ്ടേ അല്പം പറയാൻ? KPCC ഓഫീസ് തകർത്തു എന്ന് നിങ്ങൾ നാഴിക്ക് 40 വട്ടം മാധ്യമങ്ങൾക്ക് മുന്നിൽ കള്ളം പറഞ്ഞവരല്ലേ? KPCC ഓഫീസിന്റെ ഒരു ചില്ലെങ്കിലും തകർന്നിരുന്നോ? വണ്ടി അടിച്ചു തകർത്തു. മുൻ പ്രതിരോധ മന്ത്രിയായിരുന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ഇതായിരുന്നില്ല നിങ്ങളുടെ വാദം? ഒരു ചില്ല് തകർന്ന ചിത്രമുണ്ടോ? വാഹനം അടിച്ചതിനെ സംബന്ധിച്ചത് വാർത്തയോ ചിത്രമോ എവിടെയെങ്കിലും വന്നോ? ഈ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് നടക്കാം. AKG സെന്ററിന്റെ മുമ്പിലേക്ക് ബോംബെറിഞ്ഞത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അത് എന്തായാലും ഇടതുപക്ഷ രാഷ്ട്രീയ ചേരിയിൽ പെട്ടവരല്ലോ. അന്വേഷണം നടക്കട്ടെ. ഞങ്ങളുടെ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് കോൺഗ്രസിനെ സംശയിക്കേണ്ടതായി വരുന്നത്. എന്തുകൊണ്ട് സംശയിക്കേണ്ടതായി വരുന്നു? കാരണം നിങ്ങൾ 983 അതിനെതിരെ ബോംബെറിഞ്ഞു. ആ കേസിലെ പ്രതികളെ പിടികൂടിയത് അന്നത്തെ KSUവിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, കോൺഗ്രസ് നേതാക്കന്മാരെ പിടികൂടിയത് മുൻ പ്രതിപക്ഷ നേതാവ് MLA ആയിരുന്നപ്പോഴത്തെ MLA ഓഫീസിനുള്ളിൽ നിന്നാണ്. അങ്ങ് ഓർമ്മിക്കുന്നില്ലേ? കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് കൊടുത്ത അതേ സമയം തന്നെ ഞാൻ അങ്ങേക്കും നൽകിയിരിക്കുന്നു. ഒരു കാര്യം മനസ്സിലാക്കണം. അതായത് ഞാൻ ഒരു വിഷയത്തിൽ തുടങ്ങിയതാണ് ഈ ചർച്ച. അതിന്റെ ശ്രീ ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞത് സർക്കാർ പ്രതിരോധത്തിലാകുന്ന നിരവധി വിഷയങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം അത് പലതവണ ആവർത്തിച്ച് വിശദീകരിച്ചപ്പോൾ ഞാൻ 3 തവണ അദ്ദേഹം സംസാരിക്കുന്നതിനിടയിൽ ഇടപെട്ടു. ഈ ചർച്ച ഇപ്പോൾ ആ വിഷയത്തിന്റെ പരിസരത്ത് എവിടെയുമല്ല പോകുന്നത്. അങ്ങ് അതിലേക്ക് വന്ന് നിൽക്കുകയാണെങ്കിൽ അങ്ങേക്ക് ഞാനൊരു 30 സെക്കൻഡ് കൂടി അനുവദിക്കാം. ശ്രീ നാരായണൻ നമ്പൂതിരി വളരെ ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. ഈ വിഷയത്തിൽ നിന്ന് സംസാരിക്കണമെന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. അല്ലെങ്കിൽ അത് ജനാധിപത്യമല്ല, അത് കാലികമല്ല. സാങ്കേതിക പ്രശ്നമുണ്ട്. ഞാൻ ശ്രീ ജെക്സി തോമസിലേക്ക് തിരികെ വരാം. ശ്രീ നാരായണൻ നമ്പൂതിരി, പക്ഷേ ഇപ്പോൾ CPM-നും കോൺഗ്രസിനും ഒരേ ശബ്ദത്തിൽ പറയാൻ കഴിയുന്ന ഒന്ന് ശ്രീ PC ജോർജിനെ, അദ്ദേഹത്തിന്റെ വാക്കുകളെ ഞങ്ങൾ ഓൺ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. BJPക്ക് പക്ഷെ അങ്ങനെയല്ല. നേരിട്ട് അത് ഇരട്ടത്താപ്പാണെന്ന് പ്രഖ്യാപിക്കുകയാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ. ഇത് രാഷ്ട്രീയ പ്രേരിതമായ കേസാണ് എന്നും രാഷ്ട്രീയ പ്രേരിതമായ തിടുക്കമാണ് ഉണ്ടാകുന്നത് എന്നും രാഷ്ട്രീയ പ്രേരിതമായ നടപടികളാണ് ഉണ്ടാകുന്നത് എന്നും ഉള്ള കൺക്ലൂഷനിലേക്ക് BJP എത്തുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ്? മധു, ഞാനെന്തായാലും ഈ വാഴ വച്ചതിനെക്കുറിച്ചും വാഴ വെട്ടിയതിനെക്കുറിച്ചും എല്ലാം അവർ തർക്കിച്ചുകൊണ്ടിരിക്കട്ടെ രണ്ടുപേരും. കാരണം അവർ രണ്ടുപേരും അങ്ങനെ പരസ്പരം സബ്ജക്റ്റിൽ നിന്ന് മാറി ചർച്ച ചെയ്ത് യഥാർത്ഥ വിഷയം ചർച്ച ചെയ്യപ്പെടാതിരിക്കാനുള്ള വളരെ ബോധപൂർവമായ ശ്രമമാണ് അവർ നടത്തുന്നത്. അതുകൊണ്ട് അവർ നടത്തട്ടെ. ഞാൻ എന്തായാലും സബ്ജക്റ്റിൽ ഒതുങ്ങി നിന്നേ പറയുന്നുള്ളൂ. എനിക്ക് PC ജോർജിൻ്റെ വാക്കുകളെ ഓൺ ചെയ്യേണ്ട, PC ജോർജിൻ്റെ വാക്കുകൾ ശരിയാണെന്ന് പറയേണ്ട ബാധ്യതയൊന്നും എനിക്കില്ല. അത് PC ജോർജും PC ജോർജിൻ്റെ ഒപ്പം നിൽക്കുന്നവരും ചെയ്യും. എന്തായാലും BJPയുടെ ഒരു സഖ്യകക്ഷിയോ BJPയുടെ കൂടെ നിൽക്കുന്ന ഒരാളോ അല്ല. ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ് വന്നപ്പോൾ ഞങ്ങൾ കണ്ടത് PC ജോർജിൻ്റെ വിദ്വേഷപ്രസംഗമാണെങ്കിൽ ആ വിദ്വേഷപ്രസംഗത്തിൻ്റെ പേരിൽ PC ജോർജിൻ്റെ പേരിൽ കേസെടുക്കാൻ തയ്യാറായ കേരളത്തിലെ ഭരണകൂടം, PC ജോർജിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട കേരളത്തിലെ പ്രതിപക്ഷ കക്ഷികൾ, കോൺഗ്രസ് ഉൾപ്പെടുന്ന UDF നേതാക്കന്മാർ, ഇത് PC ജോർജ് പറഞ്ഞതിനേക്കാൾ കടുത്ത ഭാഷയിൽ ഞാൻ പലവട്ടം ചർച്ച ചെയ്തതുകൊണ്ട് ഞാൻ ആ ചർച്ചയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. PC ജോർജ് പറഞ്ഞതിനേക്കാൾ രൂക്ഷമായ രീതിയിൽ, വളരെ മോശമായ രീതിയിൽ അന്യമതങ്ങളെ ജയിക്കേതാണ്ട് വാക്കുപയോഗിച്ചു.
എന്താ അപരമത വിദ്വേഷമോ അപരമത അവഹേളനമോ, ആ വാക്കെനിക്ക് പിടികിട്ടിയില്ല. എന്താണെങ്കിലും ആ സാധനം ജയിക്ക് പറഞ്ഞ ആ വാക്കുണ്ടല്ലോ, അത് അതിനേക്കാൾ കടുപ്പത്തിൽ ഉപയോഗിച്ച എത്രയോ ആളുകൾ കേരളത്തിലുണ്ട്. അവർക്കെല്ലാം അവാർഡ് കൊടുക്കാൻ രമേശ് ചെന്നിത്തല പോയിട്ടുണ്ട്, അവർക്ക് അവാർഡ് കൊടുക്കാൻ കടകംപള്ളി സുരേന്ദ്രൻ പോയിട്ടുണ്ട്. അവർക്കെതിരെ ഒന്നും കേസെടുക്കാതെ PC ജോർജ് ഒരു സമ്മേളനത്തിൽ നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ പേരിൽ കേസെടുക്കുന്നു. എടുത്തോട്ടെ, വിരോധമില്ല, അത് കോടതി നടപടികൾ കോടതി നടക്കട്ടെ. ഇപ്പോൾ എന്താ സംഭവം? ഇപ്പോൾ ഇന്ന് 12:45 ഈ അതിജീവിത പരാതി കൊടുക്കുന്നത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ. 3 മണിക്ക് PC അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ഈ കൊടിയേറ്റം സിനിമയിൽ അതിലെ നായകൻ നമ്മുടെ ഭരത് ഗോപിയുടെ ഒരു വളരെ പ്രശസ്തമായ ഒരു ഡയലോഗുണ്ട്, ഒരു വണ്ടി പോകുന്ന കാണുമ്പോൾ, ഓ എന്തൊരു സ്പീഡ് എന്ന്. സത്യത്തിൽ കേരള സർക്കാരിന് ഇത്രയും സ്പീഡുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായി. ഈ അന്വേഷണത്തിൽ ഒരു 354 കേസിൽ സെക്ഷൻ അനുസരിച്ച് ഒരു പരാതി കൊടുക്കുമ്പോൾ ഒരു പ്രാഥമിക അന്വേഷണം നടത്തണ്ടേ? ഒരു ബെയിലബിൾ അല്ലാത്ത ജാമ്യമില്ലാത്ത ഒരു കേസിൽ ഒരു പരാതി കിട്ടി, FIR ഇടുന്നു, അന്നേരം അറസ്റ്റ് ചെയ്യുന്നു. അതിനൊരു പ്രാഥമിക അന്വേഷണം നടക്കണ്ടേ? ഇതല്ലേ ഈ ജാമ്യമില്ലാത്ത ഇത്തരം കേസുകളിൽ സ്വാഭാവികമായി എത്രയോ കോടതി വിധികളുണ്ട് പ്രാഥമിക അന്വേഷണം നടത്തണമെന്ന്. അങ്ങനെ പ്രാഥമിക അന്വേഷണം നടത്താതെ അറസ്റ്റ് ചെയ്യുന്നു. മറിച്ചോ മലപ്പുറം ജില്ലയിൽ ശശികുമാർ എന്ന് പറയുന്ന അധ്യാപക യൂണിയൻ്റെ നേതാവ് എത്രയോ കുട്ടികളെ ആണ് പീഡിപ്പിച്ചത്. പോക്സോ കേസിൽ പ്രതിയാ. എത്ര നാളായി അറസ്റ്റ് ചെയ്യപ്പെടാതിരുന്നു? സമീപകാലത്തല്ലേ അറസ്റ്റ് ചെയ്യുന്നത്? ഷൊർണൂർ പഴയ MLA, അത് പിന്നെ പാർട്ടിക്കുള്ളിലാണ് പരാതി വന്നത്, തീവ്രത പോരാ എന്ന് പറഞ്ഞ് ആ കേസ് ഒതുക്കി തീർക്കുകയാണ് ചെയ്തത്. അന്ന് വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ പറഞ്ഞത് ഞങ്ങളുടെ പാർട്ടിക്ക് പ്രത്യേക സിസ്റ്റം ഉണ്ടെന്നാണ്, ഞങ്ങളുടെ പാർട്ടിയാണ് കോടതി, ഞങ്ങളുടെ പാർട്ടിയാണ് പോലീസ്, ഞങ്ങളുടെ പാർട്ടിയാണ് നിയമമെന്നാണ് അത് അന്തരിച്ച വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പറഞ്ഞത്. അപ്പോൾ ചില കേസുകളിൽ വളരെ ഇഴഞ്ഞു പോകുന്നു, ചില കേസുകളിൽ മാത്രം വളരെ പ്രത്യേകിച്ച് നടപടിയെടുക്കുന്നു. ഇപ്പോൾ അതിജീവിതയുടെ പരാതി, യെസ് നടപടി വേണം. പക്ഷേ അതിജീവിതയുടെ പരാതി പോലെ തന്നെ ഒരു 164 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് സ്വപ്നയുടെ. രാജ്യദ്രോഹ കുറ്റം ആരോപിച്ച മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബങ്ങൾക്കുമെതിരെ കേസ് വന്നിരിക്കുന്നത്. എന്തേ ഒരു അന്വേഷണം പോലും ഇല്ലാത്തത്? എന്തേ പോലീസ് കേസെടുക്കാത്തത്? സ്വപ്നയുടെ മൊഴിയിൽ അത് സ്വപ്നയുടെ മൊഴിക്കെതിരെ ഗൂഢാലോചന കേസെടുക്കുന്നു. കൊള്ളാം, ഗൂഢാലോചന അന്വേഷിക്കണം. പക്ഷേ എന്തുകൊണ്ട് ആ കേസിൽ ഒരു അന്വേഷണം നടത്താൻ തയ്യാറാകുന്നില്ല? സ്വപ്ന പറഞ്ഞ കാര്യത്തെക്കുറിച്ച് അന്വേഷണം നടത്താൻ തയ്യാറാകുന്നില്ല. സ്വപ്ന പറഞ്ഞ കാര്യത്തെക്കുറിച്ച് കേസെടുക്കുന്നില്ല. സ്വപ്ന പറഞ്ഞ മുഖ്യമന്ത്രിക്കെതിരെ പറയുമ്പോൾ മറ്റൊരു കേസിൽ അന്വേഷണം ത്വരിതഗതിയിൽ, അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ എന്തൊരു സ്പീഡ് എന്ന് അത്ഭുതപ്പെടുന്ന രീതിയിൽ അന്വേഷണം പോകുന്നു. നമ്മൾ ഏതിനെയാണ് കുറ്റം പറയുക? മധു, കുറ്റം പറയേണ്ടത് തനിക്കിഷ്ടപ്പെട്ട തൻ്റെ പേരിൽ വരുന്ന ആരോപണം. ഇപ്പോൾ അതിജീവിത ഉന്നയിച്ച ആരോപണം ശരിയെന്ന് പറയുമ്പോൾ, അതിജീവിത ഉന്നയിച്ച ആരോപണം ശരിയെന്ന് കാണുമ്പോൾ അതേപോലെ തന്നെ മറ്റൊരു വനിതയാണ് ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് ആ ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല? ഇതാണ് ഇരട്ടത്താപ്പ്. അല്ലാതെ PC ജോർജിനെ അറസ്റ്റ് ചെയ്തതിനെ കുറിച്ചല്ല. PC ജോർജിനെതിരെ വന്ന ഒരു ആരോപണത്തിൽ ഉടൻ നടപടി, പിണറായിക്കെതിരെ വരുന്ന ഒരു ആരോപണത്തെക്കുറിച്ച് അന്വേഷണമേ ഇല്ല. അതെന്തൊരു നീതിയാ? ഒരേ സംസ്ഥാനത്ത് എല്ലാ കാര്യങ്ങളും ഒരേ നിയമമല്ലേ? അത് പിണറായിക്കാണെങ്കിലും PC ജോർജിനാണെങ്കിലും ഒരേ സ്വാഭാവിക നീതിക്ക് അർഹതയില്ലേ? ഒരേ നീതിയല്ലേ? ഈക്വൽ ബിഫോർ ലോ എന്നല്ലേ? എല്ലാവരും നിയമത്തിന്റെ മുമ്പിൽ തുല്യരല്ലേ? പിണറായി വിജയന് കൂടുതൽ ഒരേ ആരോപണമാണോ? ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ പറയാം. മറ്റൊരു അതിജീവിത ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ കേസിൽ മുൻകൂർ ജാമ്യം കോടതി കൊടുത്തിട്ടുണ്ട്. മറ്റൊരു അതിജീവിത. രാജ്യദ്രോഹ കുറ്റവും ഒരു 354-ഉം തുല്യമല്ല. രാജ്യദ്രോഹ കുറ്റമാണ് കൂടുതൽ ഗ്രേവിയസ്, കൂടുതൽ ഗൗരവതരം രാജ്യദ്രോഹ കുറ്റമാണ്. മുഖ്യമന്ത്രി ഇന്ത്യയിൽ നിന്ന് ഇന്ത്യൻ കറൻസി, മുഖ്യമന്ത്രി ഡിപ്ലോമാറ്റിക് നയതന്ത്ര അവകാശം ഉപയോഗിച്ച് ഇന്ത്യയിൽ നിന്ന് പണം അങ്ങോട്ട് കടത്തി ഈ ചെമ്പിൽ സ്വർണം വീട്ടിലേക്ക് കൊണ്ടുവന്നു, ബിരിയാണി ചെമ്പിൽ. ഇതല്ലേ ആരോപണം? അപ്പോൾ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്വാശ്രയത്വത്തിനുമെതിരെ പ്രവർത്തിച്ചു എന്നാണ് ആരോപണം. ആ ആരോപണം ഒരു 354 എൻ്റെ മാനത്തെ കുറ്റമാണ്. സ്ത്രീയുടെ 354 വലിയ കുറ്റം തന്നെയാണ്. പക്ഷെ 354-നെയും രാജ്യദ്രോഹ കുറ്റത്തിനെയും കാണേണ്ടത് തുല്യമല്ല. രാജ്യദ്രോഹ കുറ്റത്തിനാണ് കുറച്ചുകൂടി പ്രാധാന്യം വരേണ്ടത്, കുറച്ചുകൂടെ സ്പീഡ് വരേണ്ടത്.
കാരണം അത് ഈ രാജ്യത്തിന്റെ ശരി, ഐക്യത്തെ നാരായണൻ എനിക്ക് അങ്ങ് ബാധിക്കുന്നതാണ്, പറഞ്ഞതിനോട് രാജ്യത്തിന്റെ സാമ്പത്തിക വിയോജിപ്പുണ്ട്. സ്വാതന്ത്ര്യത്തെ അതായത് ബാധിക്കുന്നതാണ്. നമ്മൾ നീതി തേടി പോകുമ്പോൾ നമുക്ക് അർഹതപ്പെട്ട നീതിക്കാണ് നമുക്ക് പ്രാധാന്യം എന്ന് പറയുന്നത്. ഇപ്പോൾ മറ്റേതെങ്കിലും ഒരു വകുപ്പ് കൂടുതൽ പ്രധാനമാണ് അല്ലെങ്കിൽ അങ്ങനെയൊന്നും എവിടെയും നിർവചിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും ഒരു അനീതി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അക്രമം കൂടുതൽ തീവ്രതയുള്ളതാണ് അങ്ങനെ നിർവചിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി അങ്ങേക്ക് കൂടുതൽ അതിനെ സംബന്ധിച്ച വിവരമുണ്ടെങ്കിൽ അങ്ങേക്ക് അത് തിരുത്താവുന്നതാണ്. അല്ല മാധു, 302 IPC 302 IPC 302നെയും IPC 323നെയും ഒരേ തോതിലാണോ കാണേണ്ടത്? കൂടുതൽ പ്രാധാന്യം എന്ന് പറയരുത്. ഈ രാജ്യത്തെ നിയമങ്ങൾ ഗ്രേവിയസ് ഒഫൻസ് ഉണ്ട്, ഗ്രേവിയസ് ഒഫൻസ് ഉണ്ട്. അതെ, ഗ്രേവിയസ് ഒഫൻസ് പ്രത്യേകിച്ചും ബലാത്സംഗ പരാതി പോലെയുള്ള ഒന്നിന് നമ്മൾ മറ്റേതെങ്കിലും ഒരു നിയമവുമായി തട്ടിച്ച പ്രാധാന്യം കുറവാണ് എന്ന്, കൂടുതലാണ് എന്ന് നമുക്ക് മറ്റേതെങ്കിലും പറയാം. കുറവാണ് എന്ന് പറയുന്നതിലൊക്കെ രാഷ്ട്രീയ യുക്തി കുറവുണ്ട്. അത് പോകട്ടെ, അത് ചർച്ചാ വിഷയമല്ലല്ലോ. അത് ചർച്ചാ വിഷയമല്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രീ നാരായണൻ നമ്പൂതിരി, ശ്രീമതി സ്വപ്ന സുരേഷ് ഈ 164 കൊടുത്തു. അതിനുശേഷം മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പരാതി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. കേസിന് പോയിട്ടില്ല. ശ്രീമതി സ്വപ്ന സുരേഷിനെതിരെയാണ് ഒരു കേസ് വന്നത്. അപ്പോൾ എന്ത് നടപടിയാണ് പോലീസ് സ്വീകരിക്കേണ്ടത് എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അതിന് മറുപടി അങ്ങ് അങ്ങയുടെ അടുത്ത ഘട്ടത്തിൽ പറഞ്ഞാൽ മതി. അങ്ങ് അതിന് മറുപടി അങ്ങ് അടുത്ത ഘട്ടത്തിൽ പറഞ്ഞാൽ മതി. ശ്രീ അല്ലല്ല, മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ അത് പരാതിയല്ല എന്ന് മാധു പറയുമോ? അല്ല, ആ 164ലെ പരാമർശങ്ങളൊക്കെ നേരത്തെ നിയമത്തിന് ഒരു ആരോപണത്തെ കുറിച്ച് ഒരു ആരോപണം മുന്നിലുണ്ടായിരുന്നു. തനിക്ക് ജീവന് ഹാനി ഉണ്ടാകുമെന്ന അവസ്ഥ വന്നപ്പോൾ അത് ഇനി പറയാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്ന് വിചാരിച്ചു പറഞ്ഞതാണ് എന്നാണ് പറഞ്ഞത്. അല്ലാതെ പുതുതായ ഒരു കാര്യങ്ങളും പറഞ്ഞെന്ന് അവർ പോലും പറഞ്ഞിട്ടില്ല. അതിനൊരു പരാതിയുടെ സ്വഭാവമല്ല. മാത്രമല്ല, ഇക്കാര്യങ്ങൾ തനിക്ക് ജീവഹാനി ഉണ്ടെങ്കിൽ പിന്നീട് പറയാൻ കഴിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് നിയമപരമായി രേഖപ്പെടുത്തിയതാണ് എന്നാണ് സ്വപ്ന സുരേഷ് പറഞ്ഞത്. പരാതിയുമായി പോകാം. കാരണം നാട്ടിലൊരു ക്രൈം ഉണ്ടായാൽ അതിൽ ഏത് പ്രതിക്കും ഈ കേസിലെ പരാതിക്കാരി അറസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ലെന്ന്. അല്ല, അതുകൊണ്ട് പക്ഷെ അവർ പരാതി കൊടുത്തിട്ടുണ്ട്. നിയമപരമായി നിയമത്തിന് മുന്നിൽ പരാതി കൊടുത്തിട്ടുണ്ട്. സ്വപ്ന നൽകിയ മൊഴി പരാതിയായിട്ടല്ല എന്ന് പറഞ്ഞ മാധുവിന്റെ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചാണ് പറഞ്ഞത്. മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു 164 അനുസരിച്ച് ഒരു മൊഴി നൽകിയാൽ ആ മൊഴി പരാതിയായി കൺവേർട്ട് ചെയ്യപ്പെടണം. അതിൽ FIR ഉണ്ടാവണം. വേണ്ടേ? അല്ലാതെ വെറുതെ ആകാശത്ത് കിടക്കാനുള്ളതാണോ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഞാൻ പോയി ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ ആ സ്റ്റേറ്റ്മെന്റിനല്ലോ ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞതിൽ ബിരിയാണി ചെമ്പൊക്കെ ഉണ്ടെങ്കിലും 164 ഇല്ലല്ലോ. പുതിയതായി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലോ. ഇതിൽ FIR ഇട്ടിട്ടുണ്ടോ? കേരള പോലീസ് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനമെടുത്തു. രാഷ്ട്രീയമായ ചോദ്യം അങ്ങേക്ക് ഉയർത്താം. അല്ല, ആ രാഷ്ട്രീയമായ ചോദ്യം അങ്ങേക്ക് ഉയർത്താം. പക്ഷേ കസ്റ്റംസിന് കൊടുത്ത മൊഴി ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഗൗരവതരമായ കേരളത്തെ ഞെട്ടിക്കുന്ന ഈ വെളിപ്പെടുത്തലുകളൊക്കെ ഉണ്ടായിരുന്നു. നടപടി ഉണ്ടായില്ല കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണ ഏജൻസിക്ക് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരു നിമിഷം ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇപ്പോൾ വളരെ പേഴ്സണൽ അല്ലെങ്കിൽ വ്യക്തിപരമായി നേരിടേണ്ട ഒന്നാണ് നമുക്കെതിരെയൊക്കെ ഉണ്ടാകുന്ന ലൈംഗിക അതിക്രമ പരാതി എന്ന് പറയുന്നത്. പക്ഷേ ശ്രീ PC ജോർജ് അതിനെ വ്യക്തിപരമായി നേരിടാൻ ഉറച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ആദ്യ നിമിഷം മുതൽ അദ്ദേഹം ഇത് രാഷ്ട്രീയ പ്രേരിതമായ കേസാണ്, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പേരെടുത്തു പറഞ്ഞൊക്കെയാണ് ആരോപണങ്ങൾ, പിണറായിയുടെ ചില്ലറ വാങ്ങിയുള്ള നടപടിയാണ് ഈ കേസിലെ പരാതിക്കാരി ഉന്നയിച്ചിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഉന്നയിക്കുന്നത്. ഇപ്പോൾ ശ്രീ ഉമ്മൻചാണ്ടിക്കെതിരെ മൊഴി നൽകാത്തതിന്റെ പ്രതികാരം പകരം വീട്ടുകയായിരുന്നു എന്നൊക്കെ പറയുന്നു. ഇതേ PC ജോർജ് തന്നെ മുൻകാലങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. ശ്രീ ഉമ്മൻചാണ്ടിയേക്ക് വളരെ വലിയ തോതിൽ ആക്രമിക്കുന്ന അതേ മന്ത്രിസഭയുടെ ഭാഗമായി അല്ലെങ്കിൽ അതേ നിയമസഭയുടെ ഭാഗമായി ചീഫ് വിപ്പൊക്കെ ആയിട്ടിരുന്ന ഒരാൾ അന്ന് പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ വലിയ തോതിൽ സ്വീകാര്യത ഉണ്ടാക്കിയെടുത്ത ഒരു വിഭാഗം കൂടിയുണ്ട്. അന്ന് അദ്ദേഹം പറഞ്ഞത് വളരെ ഗൗരവതരമായ ആരോപണങ്ങളാണ്, അദ്ദേഹം നേരിട്ട് കണ്ടു എന്നൊക്കെയാണ് പറഞ്ഞത്. ആ PC ജോർജ് ആണ് വന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിക്കെതിരെ മൊഴി കൊടുക്കാത്തതിന്റെ വൈരാഗ്യമാണ് എന്നൊക്കെ. ഇങ്ങനെ രാഷ്ട്രീയ വ്യവസ്ഥിതിയും സ്ഥൈര്യവും സ്ഥിരതയും ഒന്നുമില്ലാത്ത ഒരാളാണ് ഉന്നയിക്കുന്ന രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അതിന് അതിൻ്റെതായ വില കൊടുത്താൽ പോരെ?
ഞാനത് തുടക്കത്തിൽ തന്നെ പറഞ്ഞു. ഉമ്മൻചാണ്ടിക്ക് ഈ പറയുന്ന ആളുകളുടെ ഒന്നും പ്രൊട്ടക്ഷനും വേണ്ട. ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അദ്ദേഹത്തിന്റെ ശുദ്ധിയെ സംബന്ധിച്ച്, സംശുദ്ധിയെ സംബന്ധിച്ച് എന്തെല്ലാം ആക്ഷേപങ്ങൾ വന്നിട്ടും എന്തെല്ലാം ആരോപണങ്ങൾ വന്നിട്ടും അദ്ദേഹം അതിൽ നിന്നെല്ലാം അതിജീവിച്ച് വന്നിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിനെതിരെ എന്തെല്ലാം പ്രഖ്യാപനങ്ങളായിരുന്നു ഈ കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിനെതിരെ റിപ്പോർട്ട് വെച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. അത് എന്തെങ്കിലും നടപടി സ്വീകരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? കഴിയുകയുമില്ല. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഈ പറയുന്നത് പി സി ജോർജിൽ നിന്നും പിന്തുണയൊന്നും ശ്രീ ഉമ്മൻചാണ്ടിക്ക് വേണ്ട. എതിർത്ത് ആയ കാലത്തൊക്കെ നന്നായി എതിർത്തിട്ടുണ്ടല്ലോ. അതവിടെ നിൽക്കട്ടെ, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ടല്ലോ. ഇവിടെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറഞ്ഞത് പിന്നെ യു ഡി എഫിലെ ചീഫ് വിപ്പ് ശരിയാണ്, എൽ ഡി എഫിലും MLA ആയിരുന്നു. അതുകൊണ്ടൊന്നും പറയണ്ടേ കൂട്ടത്തിൽ. LDF ഭാഗമായിരുന്നു എന്ന് പറയുന്ന കാര്യത്തിൽ എന്താ മടി കാണിക്കുന്നത്? അപ്പോൾ UDF മാത്രമല്ല, എല്ലാ കക്ഷിയിലും പോയിട്ടുണ്ട്. BJP മുന്നണിയിലും പോയിട്ടുണ്ട്. PC ജോർജ് എല്ലായിടും പോയിട്ടുണ്ട്. ഏറ്റവും അവസാനം തൃക്കാക്കരയിലെ സ്ഥാനാർത്ഥി LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ അവൻ എന്റെ പയ്യനാണ്, അവൻ എന്നെ വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയും തന്നിട്ടാണ് പോയിട്ടുള്ളത് എന്ന് പറഞ്ഞതും ദേ PC ജോർജ് ആണ്. ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. പിന്നെ ഈ രാഷ്ട്രീയ ബഹിഷ്കരണ ഞങ്ങൾ PC ജോർജിനെ പിന്തുണയ്ക്കാനോ ന്യായീകരിക്കാനോ ഒന്നും വരുന്നില്ല. പക്ഷെ ഞങ്ങൾ ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം, സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം ഞങ്ങൾ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നു. ഇവിടെ RSSനെ സഹായിച്ചതിനെ കുറിച്ചൊക്കെ പറയുന്നു. RSS നേതാവിന് സംസ്ഥാനത്തെ ഒരു സ്കൂളിൽ ദേശീയ പതാക ഉയർത്താൻ വേണ്ടി അദ്ദേഹത്തിന് അവസരം ഉണ്ടാക്കി കൊടുത്തത് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അമിത്ഷാ ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിന് വിമാനത്താവളം ഉദ്ഘാടനത്തിന് മുമ്പ് തുറന്നു കൊടുത്തതിനെ സംബന്ധിച്ചുള്ള സംഭവഗതികൾ ഉൾപ്പെടെ നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും താങ്കൾ പറഞ്ഞ് വഴിയിട്ട് പോരെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പിന്നെ തെറ്റ് ചെയ്തവരെ നിങ്ങൾ സംരക്ഷിച്ചിട്ടില്ല എന്ന് നിങ്ങൾ പറയുന്നു. ഇവിടെ ശിവശങ്കറിന്റെ അവസ്ഥ എന്താ? ഒരേ കേസിൽ തുല്യമായ പങ്കാളിത്തമുള്ളവരല്ലേ? ഒരാൾ സ്വപ്ന സുരേഷും ഒരാൾ ശിവശങ്കറും. ശിവശങ്കർ ഇവിടെ ഒരു പുസ്തകം എഴുതി. ശിവശങ്കർ പുസ്തകം എഴുതിയപ്പം അതിനകത്ത് ഒരു പ്രശ്നവുമില്ല. കാരണം എന്താ? സർക്കാരിനെ ന്യായീകരിച്ചാണ് പുസ്തകം എഴുതിയത്. അപ്പുറത്തെ ഒരാളെ സ്രാവുകൾക്കൊപ്പം നീന്തുന്നു എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയപ്പോൾ അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തി. സ്വപ്ന സുരേഷ് പറയുന്ന എല്ലാം കള്ളമാണ്, ശിവശങ്കർ പറയുന്ന എല്ലാം ശരിയാണ്. ഇതെന്ത് നീതി, എന്ത് ന്യായമാണ്? എന്തിന്റെ പിൻബലത്തോടെയാണ് അങ്ങനെ പറയുന്നത്? അതിനപ്പുറം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ സ്വപ്ന സുരേഷ് ഈ കഴിഞ്ഞ 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്തതിന് ശേഷം കുറെ വെളിപ്പെടുത്തലുകൾ നടത്തി. അവർ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുകൾ ഏതെങ്കിലും രേഖകളുടെ പിൻബലത്തിൽ തെറ്റാണെന്ന് സ്ഥാപിക്കാൻ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ? ഏറ്റവും അവസാനം അവർ ചോദിച്ചല്ലോ 4 വർഷത്തെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടാൻ തയ്യാറുണ്ടോ എന്ന്. എന്തേ നിങ്ങൾക്ക് കഴിയുന്നില്ല? എങ്ങനെയാണ് CCTV ദൃശ്യങ്ങൾ റിട്രീവ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും ഏതൊക്കെ ഏജൻസികൾക്ക് അത് തിരിച്ചെടുക്കാൻ കഴിയുമെന്നും അത് നിർബന്ധമായി പുറത്തുവിടണമെന്നും കഴിഞ്ഞ UDF സർക്കാരിനെ ഓർമ്മപ്പെടുത്തിയ മുഖ്യമന്ത്രിയല്ലേ ഇപ്പോൾ നമുക്കുള്ളത്? എന്തേ അദ്ദേഹം അതിന് തയ്യാറാകുന്നില്ല? ധൈര്യമുണ്ടോ? അവർ ചോദിച്ചല്ലോ, അവിടെ തീരുമല്ലോ. അവർ പറഞ്ഞ 4 വർഷത്തെ എല്ലാ പ്രശ്നവും അവിടെ അവസാനിക്കും. അവർ 4 വർഷത്തെ CCTV ദൃശ്യങ്ങൾ സെക്രട്ടേറിയറ്റിലെയും ക്ലിഫ് ഹൗസിലെയും പുറത്തുവിടാൻ പറഞ്ഞു. അവർ വന്നതിനെ സംബന്ധിച്ച്, അവർ 7 മണിക്ക് വന്നതിനെ സംബന്ധിച്ച്, സെക്യൂരിറ്റി ചെക്ക് ഇല്ലാതെ പോയതിനെ സംബന്ധിച്ച്, അവർക്ക് അവിടെ കിട്ടിയുള്ള ഫെസിലിറ്റീസിനെ സംബന്ധിച്ച്, അവർ നടത്തിയുള്ള കൂടിയാലോചനകളെ സംബന്ധിച്ചൊക്കെ അവർ വെളിപ്പെടുത്തുന്നു. ഇതൊന്നും ഇല്ല എന്ന് നിങ്ങൾക്ക് സ്ഥാപിക്കാൻ എന്തെങ്കിലും തെളിവുകൾ നിങ്ങളുടെ വശമുണ്ടോ? മറിച്ച് മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ മകൾ പുറത്തു പറഞ്ഞിരിക്കുന്ന എക്സാലോജിക്കും ഞങ്ങളുടെ ജയ്ക്ക് ബാലകുമാറുമായി ഞങ്ങൾക്ക് ബന്ധമുണ്ടെന്നും അയാൾ ഞങ്ങളുടെ മെന്റർ ആയിരുന്നു എന്ന് മുഖ്യമന്ത്രിയുടെ മകൾ പറഞ്ഞിരിക്കുന്നു. അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി നിയമസഭ പറയുന്നത് എന്റെ മോൾ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലെന്നാ. അതിന്റെ പേരിൽ മുഖ്യമന്ത്രി അവകാശ ലംഘന നോട്ടീസിന് കൊടുത്തിരിക്കുക മുഖ്യമന്ത്രിക്കെതിരായിട്ട്. അപ്പോൾ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ മകളുടെ കാര്യത്തിൽ പോലും വ്യക്തത വരുത്താൻ കഴിയാത്ത ഒരു കേസ്. മുഖ്യമന്ത്രിയുടെ മകളുടെ കാര്യത്തിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുന്നത് പച്ചക്കള്ളമല്ലേ? മുഖ്യമന്ത്രിയുടെ മകൾ മറ്റൊരു ചാനൽ കൊടുത്തല്ലോ, പരസ്യമായ ഇന്റർവ്യൂ കൊടുത്തിട്ടില്ലേ? എന്റെ മെന്റർ ആയിരുന്നു, എന്റെ കമ്പനിയുടെ മെന്റർ ആയിരുന്നു, അവിടെ മെന്ററായി വർക്ക് ചെയ്ത് ജയ്ക്ക് ബാലകുമാർ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും തർക്കമുണ്ടോ? എന്നിട്ട് മുഖ്യമന്ത്രി അതിനകത്ത് വ്യക്തത വരുത്താൻ കഴിയുന്നില്ല. അപ്പോൾ മുഖ്യമന്ത്രിയുടെ വിശ്വാസ്യതയാണ് അവിടെ പോകുന്നത്. ഇവിടെ ആക്ഷേപം ഉന്നയിക്കുന്ന സ്വപ്ന സുരേഷിന്റെ വിശ്വാസ്യതയല്ല പ്രശ്നം. നമ്മുടെ മുഖ്യമന്ത്രിയുടെ വിശ്വാസം നഷ്ടപ്പെടുന്നു. ഈ വിഷയങ്ങളൊക്കെ വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഒരു ആക്ഷേപം വരുമ്പോൾ മുഖ്യമന്ത്രി പോലും വിശ്വാസയോഗ്യമായി നിയമസഭയിൽ പോലും പറയാൻ കഴിയുന്നില്ല. ഞാൻ വസ്തുതയുടെ അടിസ്ഥാനത്തിലല്ലേ ചോദിക്കുന്നേ? തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലേ ചോദിക്കുന്നേ? എന്നാൽ തിരിച്ച് ഈ ആരോപണം ഉന്നയിക്കുന്നു എന്ന് പറയുന്ന സ്വപ്ന സുരേഷ് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും കാര്യം തെറ്റാണ്, ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇന്നതൊക്കെ തെറ്റാണ് എന്ന് സ്ഥാപിക്കുവാൻ നിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? അവിടെയാണ് പ്രശ്നം. അവിടെ ആരോപണം ഉന്നയിക്കുന്നവർക്ക് ക്രെഡിബിലിറ്റി ഉണ്ടാവുകയും എന്നാൽ മുഖ്യമന്ത്രിക്ക് ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുകയും ചെയ്ത സാഹചര്യം പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ അതിനൊരു വീഡിയോയിലൂടെ മറുപടി പറഞ്ഞിട്ടുണ്ട്. അറിയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, പലതവണ വന്ന് കണ്ടിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ തെളിവോടുകൂടി ഇതിനു മുൻപ് റദ്ദു ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ. എന്തിനാ മാധു ഇങ്ങനെ ന്യായീകരിക്കാൻ പോന്നെ? എങ്ങനെ അറിയാമെന്നാ പറഞ്ഞിട്ടുള്ളത്? ഈ കോൺസുൽ ജനറലിനോടൊപ്പം വന്നപ്പോൾ മാത്രമുള്ള അറിവിനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ അല്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ടെന്നേ. നിരവധി തവണ വന്നതിനെ കുറിച്ച് അവർ പറയുന്നു. അവർ ഒറ്റയ്ക്ക് പോയതിനെ സംബന്ധിച്ച് പറയുന്നു. ഏറ്റവും അവസാനം പിന്നെ നമ്മുടെ ആയിക്കോട്ടെ
അങ്ങനെയല്ല അവർ പറഞ്ഞ അവർ ഓരോ ദിവസവും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നിഷേധിക്കാൻ സർക്കാരിന് കഴിയുന്നുണ്ടോ? മധു, ഉണ്ടെങ്കിൽ ഒരെണ്ണം തെറ്റാണെന്ന് പറയട്ടെ. അവർ കടത്തി പറയല്ലേ, ഓരോ ദിവസം കഴിയുന്നവർ കടത്തി പറയല്ലേ. ഏറ്റവും അവസാനം മുഖ്യമന്ത്രി കുടുംബാംഗങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ, നിഷേധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അപ്രതീക്ഷിത വിവാദങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഈ വിവാദങ്ങളുടെയൊക്കെ പുകമറയ്ക്ക് പിന്നിൽ പ്രതിരോധത്തിലാകുന്ന എന്തെങ്കിലും സാഹചര്യങ്ങളെ മറച്ചുപിടിക്കുകയാണോ? ശ്രീ ജോർജ് ചോദ്യം ഞാൻ അങ്ങേലേക്ക് തിരികെ വരാം. താങ്കൾ പറയുന്നത് കേൾക്കാം. ഞാൻ അതിന് മുമ്പ് ഇതൊന്ന് പറഞ്ഞു തരട്ടെ. ഇവിടെ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു തരുന്നുട്ടെ. ഇവിടെ ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അടിച്ചു തകർത്തതിനെ സംബന്ധിച്ചും അവിടെ വാഴ വെച്ചതിനെ സംബന്ധിച്ചും തെറ്റായി പോയി എന്നും ഞങ്ങൾ അതിനകത്ത് നിങ്ങൾ എന്ത് നടപടി എടുത്തിട്ടുണ്ട്? ഇതുവരെ ഒരു നടപടിയും എടുത്തിട്ടില്ല. ഉടനെ നേരെ പോകുന്നത് ധീരജിന്റെ കൊലപാതകത്തിലേക്കാണ്. ഒരു കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് ഒരു കലാലയത്തിലും ഒരാൾ പോലും ഞാനൊന്ന് പറയട്ടെ തീരട്ടെ. എന്തിനാ അസ്വസ്ഥയാകുന്നത്? ഇവിടെ സ്വപ്ന സുരേഷിന്റെ 164 കൂടുതൽ ന്യായീകരിക്കുന്നത് മാധു ന്യായീകരിക്കുന്നത് ഞാൻ കേട്ടല്ലോ. ഇവിടെ ധീരജിന്റെ കൊലപാതകം സംഭവിക്കാൻ പാടില്ലാത്തതാണ്, സംഭവിച്ചു. അവിടെ ഒരു കോളേജ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു കൊലപാതകം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ചോദിച്ചൊരു വാചകം ഞാൻ വീണ്ടും കോട്ട് ചെയ്യാം. മാധു എന്താ ചോദിച്ചെന്നറിയാമോ? വന്നാലെങ്കിലും പുറത്താക്കാതിരിക്കാൻ കഴിയുമോ എന്ന്. തിരിച്ച് ഞാൻ ചോദിക്കട്ടെ ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്ന കേസിലെ പ്രതിയല്ല, കുറ്റവാളി എന്ന് കോടതി ശിക്ഷിച്ചയാളല്ലേ കുഞ്ഞനന്തൻ. ആ കുഞ്ഞനന്തൻ മരിക്കുമ്പോൾ ആരായിരുന്നു? CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് സ്മാരകമുണ്ടാക്കി, അദ്ദേഹത്തെ ഗ്ലോറിഫൈ ചെയ്തു. നിങ്ങൾ എന്ത് മെസ്സേജായി പൊതുസമൂഹത്തിന് കൊടുക്കുന്നത്? എന്നിട്ടാ ചോദിക്കുന്നത് ബാക്കി കാര്യങ്ങൾ? അങ്ങനെ തന്നെയാണ്. സ്മാരകമുണ്ടാക്കി കോടതി ശിക്ഷിച്ചയാളെ, കൊലക്കേസിൽ കോടതി ശിക്ഷിച്ചയാളെ കൃപേഷ്, ശരത്ലാല്, ഒന്ന് രണ്ട് കാര്യങ്ങളുള്ളൂ. ഞാൻ എന്റേതായ ഒരു വാചകവും പറഞ്ഞിട്ടില്ല. അവിടെ നമ്മളെ ഖജനാവിലെ പൈസ മുടക്കി സുപ്രീം കോടതി ഒരു വക്കീലിനെ കൊണ്ടുവന്നല്ലേ ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് അവിടെ CBI വിടാൻ തയ്യാറായില്ല? അതൊക്കെയല്ല പ്രശ്നം. അത് മാത്രമല്ല ഇവിടെ നമ്മുടെ 3 അതിഥികൾക്കും വ്യക്തമായിട്ടുണ്ടാകും ഈ ചർച്ചയിൽ. പക്ഷേ അത് അതിക്രമിച്ചു പോയാൽ വേറെ നിവൃത്തിയില്ല, ഇടപെടുകയാണ്, നിർബന്ധപൂർവ്വം ഇടപെടുകയാണ്. പക്ഷെ ഒറ്റ കാര്യം പറയാനുണ്ട്. ശ്രീ നാരായണൻ നമ്പൂതിരിക്കും ശ്രീ ജ്യോതികുമാർ ചാമക്കാലയ്ക്കും ഞാൻ ആരെങ്കിലും ന്യായീകരിക്കുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അതായത് കാര്യങ്ങൾ പറയുന്ന സമയത്ത് മറുഭാഗം ഉയർത്തുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലും വ്യക്തിപരമായും ഒക്കെ ഉയർത്തുന്ന ചോദ്യങ്ങൾ മാത്രമാണ് ചോദിക്കുന്നത്. അതൊന്നും എൻ്റെ ചോദ്യമല്ല, അതൊക്കെ പ്രതിനിധീകരിച്ച് വരുന്ന ചോദ്യങ്ങൾ മാത്രമാണ്. അതൊന്നും അല്ല, അത് നിലപാടുകളല്ല, ചോദ്യങ്ങൾ മാത്രമാണ്. ഒരു ന്യായീകരണത്തിനും ഇവിടെ ഒരു നിലപാടുമില്ല, ഒരു പക്ഷപാതവുമില്ല. വ്യക്തമാണത്, അത് സുവ്യക്തമാണ്. ശ്രീ ജെക്സി തോമസ്, അതായത് ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഉന്നയിച്ച ചോദ്യങ്ങളൊക്കെ അങ്ങ് കേട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷെ എന്തുകൊണ്ടായിരിക്കാം പിണറായി വിജയൻ എന്ന പേരെടുത്തു പറഞ്ഞുകൊണ്ട് ഇന്ന് അറസ്റ്റിലാകുന്ന സമയത്ത് PC ജോർജിനെ പ്രതിരോധിക്കേണ്ടി വരുന്നത്? അതെ, ആ ചോദ്യത്തിന്റെ മറുപടിയിലേക്ക് വരാം. അതിന് തൊട്ട് മുമ്പ് ഇവിടെ BJP-യുടെ ബഹുമാനീയനായ പ്രതിനിധിയും അതേപോലെ കോൺഗ്രസിന്റെ പ്രതിനിധിയും സ്വാഭാവികമായി ഇവർ രണ്ടുപേരും ഏതാണ്ട് സമാന സ്വഭാവമുള്ള ആരോപണങ്ങൾ ആവർത്തിക്കുന്നതിന് നമ്മുടെ ഈ സംവാദം സാക്ഷ്യം വഹിക്കുകയുണ്ടായി. അതിൽ ഏറെ പരിഹാസ്യമായി തോന്നിയ ഒന്ന്, അതിൽ ആങ്കർ അടക്കം ഇടപെടേണ്ടതായിരുന്നു എന്നൊരു വ്യക്തിപരമായ അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. കാരണം അദ്ദേഹം പറയുകയാണ്, ഈ UDF-ന്റെ മുൻ ക്യാബിനറ്റ് അംഗം, ഇപ്പോൾ RSS സഹചാരിയായിട്ടുള്ള ഈ മാന്യൻ, ഇയാൾ അപരമത വിദ്വേഷം നടത്തി. ആ പ്രയോഗത്തെ സംബന്ധിച്ച് BJP നേതാവ് പറയുകയുണ്ടായി. അദ്ദേഹം കേട്ടില്ല എങ്കിൽ ഞാനൊന്നുകൂടെ ആവർത്തിക്കാം. അപരമത വിദ്വേഷം നടത്തി, അതായത് ഇതര മതവിശ്വാസികളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തി ഒരു വർഗീയ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം പ്രസംഗത്തിലൂടെ, പ്രഭാഷണത്തിലൂടെ അദ്ദേഹം നടത്തി. BJP-ക്ക് അതൊരു പുത്തിരിയല്ല. രൂപീകരണ കാലം മുതൽ ഇന്നേ വരെയുള്ള ഏത് BJP നേതാക്കന്മാരുടെ പ്രഭാഷണം എടുത്താലും അത് നടത്തി കലാപം സൃഷ്ടിച്ച് സാധാരണക്കാരന്റെ രക്തം തളം കെട്ടിക്കിടക്കുന്ന ഒരു ഇന്ത്യയെ സൃഷ്ടിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം കൊയ്യുക, അതായത് നിങ്ങൾ എക്കാലത്തെയും പൊളിറ്റിക്കൽ അജണ്ട. അതുകൊണ്ട് നിങ്ങളുടെ പാതയിലേക്ക് ഈ PC ജോർജ് വന്നു. അത് വന്നപ്പോൾ മാന്യമായി കേസെടുത്തു. നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമായി, കേസ് പിൻവലിച്ച് പരവതാനി വിരിക്കപ്പെട്ട UDF അനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളുടെ ജയിൽ മുറിയിൽ, സെൻട്രൽ ജയിലിന്റെ ജയിൽ മുറിയിലേക്ക് ഈ മാന്യന് പോയി കിടക്കേണ്ടതായി വന്നു. ഒരു RSS പ്രചാരകനും കേരളമായതുകൊണ്ട് സഹായിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. അപ്പൊ അതിന്റെ തുടർച്ചയിൽ അദ്ദേഹം ചോദിക്കുകയാണ്, ഇത് PC ജോർജ് പറഞ്ഞതുകൊണ്ടല്ലേ? മറ്റാരെങ്കിലും പറഞ്ഞാൽ, അതായത് അതിനുള്ളിൽ കൂടെ കിടത്തിവിടുന്ന വിഷം എന്താണ്? നമ്മളുടെ പ്രേക്ഷക സമൂഹത്തിന്റെ മുമ്പിൽ ഭൂരിപക്ഷ സമുദായത്തിനെ സംബന്ധിച്ചുകൊണ്ട് അപരമത വിദ്വേഷം പ്രചരിപ്പിച്ചാൽ അത് തെറ്റ്, അത് കുറ്റം,
മറ്റാരെങ്കിലും സൂക്ഷ്മമായി പറഞ്ഞാൽ മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്നവർ ആരെങ്കിലും ഈ മതതീവ്രവാദ സ്വഭാവത്തോടുകൂടെ പ്രഭാഷണം നടത്തിയാൽ അതിനെതിരെ നടപടിയില്ല. ഇതും ആത്യന്തികമായ ഒരു വിദ്വേഷ പ്രചരണം തന്നെയാണ്. പക്ഷെ അവിടെ നമ്മൾ കണ്ടത് എന്താണ്? മാധ്യമപ്രവർത്തക എന്നതിൽ അങ്ങ് ഉൾപ്പെടെ ഓർമ്മിക്കുന്നുണ്ട്, ഈ മാന്യന് നമ്മളുടെ സെൻട്രൽ ജയിലിന്റെ തിണ്ണയിലേക്ക് പോയി കിടക്കേണ്ട വന്ന അതേ ദിനരാത്രങ്ങൾ തന്നെയാണ് ആലപ്പുഴ ജില്ലയിൽ 4 വയസ്സുള്ള ഒരു പിഞ്ചു പൈതലിന്റെ നാവിലേക്ക് വിഷം തിരികെ വെച്ച് കേട്ടാൽ അറപ്പുളവാക്കുന്ന RSS ആവർത്തിക്കുന്നതിന് സമാനമായ അപരമത വിദ്വേഷമുള്ള മുദ്രാവാക്യം വിളിപ്പിച്ചു. ഉണ്ടായ അനുഭവം എന്താണ്? ആ പരിപാടിക്ക് സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുത്ത മുസ്ലിം മത തീവ്രവാദ സംഘടനയായ SDP-യുടെ ജില്ലാ പ്രസിഡന്റ് ജയിൽ മുറിയിൽ കിടക്കേണ്ടതായി വന്നില്ലേ? ഈ വിഷം കലർന്ന മുദ്രാവാക്യം ഈ പിഞ്ച് പൈതലിന്റെ നാവിലേക്ക് തിരികെ വെച്ച അതിന് നേതൃത്വമായ മതതീവ്രവാദ സംഘമായിട്ടുള്ള SDP-യുടെ മറ്റു പ്രചാരകർക്ക് ജയിലിൽ പോയി കിടക്കേണ്ട വന്നില്ലേ? അതായത് മതതീവ്രവാദം ആര് പ്രസംഗിച്ചാലും അതിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കുകയും അവർക്ക് ജയിൽ മുറിയിൽ കിടക്കേണ്ട വരികയും മതനിരപേക്ഷ ചേരിയുടെ കരുത്ത് സംരക്ഷിക്കുകയും ചെയ്യുന്ന അനുഭവം ഇപ്പൊ കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട്. അത് ശക്തമായി തന്നെ മുമ്പോട്ടേക്ക് പോകും. അതിൽ BJP പ്രതിനിധിക്കും സംശയം വേണ്ട, അങ്ങ് എതിർക്കുന്ന ആളുകൾക്കും സംശയം വേണ്ട. പിന്നെ അതിന്റെ തുടർച്ചയിൽ അദ്ദേഹം പറയുകയാണ്, ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെ സ്വർണം കടത്തിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് രാജ്യവിരുദ്ധ കുറ്റം ചെയ്ത ആളല്ലേ? ഞാൻ അങ്ങയെ ഓർമ്മിപ്പിക്കുന്നത്, എനിക്ക് അത്ഭുതം തോന്നുന്നു. ഞാൻ അങ്ങയുടെ ഓർമ്മശക്തിയെ പരിഹസിക്കുകയല്ല. എത്ര കാലമായി ഈ ഡിപ്ലോമാറ്റിക് ബാഗേജിനെ തന്നെ തള്ളിപ്പറഞ്ഞ ഒറ്റയാളേ ഉള്ളൂ. നിർഭാഗ്യവശാൽ നമ്മളുടെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയാണ്, RSSന്റെ നേതാവാണ് ആ മാന്യൻ. അയാളാണ് പറഞ്ഞത് ഈ തീവ്രവാദ സ്വഭാവ കേസ്, BJP നേതാവിനെ ഓർമ്മിപ്പിക്കുന്നു, തീവ്രവാദ സ്വഭാവ കേസ് ഇന്ത്യൻ സമ്പദ്ഘടനയെ, നമ്മുടെ ദേശീയതയെ സമ്പദ്ഘടനയൊക്കെ തകർക്കുന്ന ഈ കേസിലെ പ്രതിയെ സഹായിക്കാൻ ഒന്നാമത് കള്ളം പറഞ്ഞയാൾ അങ്ങയുടെ സഹപ്രവർത്തകനാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ വിദേശകാര്യ കേന്ദ്ര സഹമന്ത്രിയാണ്. അതിന്റെ തുടർച്ചയിലോ 96% കൺവിക്ഷൻ റേറ്റ് അവകാശപ്പെടുന്ന നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കത്തയച്ച് കേരളം ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചു. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ എത്ര കാലം തമ്മിടിച്ചു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, CBI, ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികളൊക്കെ ഹാലിളകി വന്ന് കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ എത്ര തവണ ഉരുണ്ടു മറിഞ്ഞു നടന്നു. എന്നിട്ട് എന്തുണ്ടായി? തെളിവിന്റെ ഒരു പൊടിപ്പ്, ഒരു തൊങ്ങൽ, ഒരംശം എവിടെയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞോ? ആരെയെങ്കിലും ഒന്ന് സ്പർശിക്കാൻ കഴിഞ്ഞോ? 164 സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചാണ് പറയുന്നതല്ലേ? ഇപ്പോഴാണ് 164 വന്നത്. BJP നേതാവിന് സെലക്ടീവ് അംനേഷ്യ ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 164 വന്നിട്ട് മാസങ്ങൾ, ദിവസങ്ങൾ, ആഴ്ചകൾ പുറകിലാണ് 164 വന്നത്. എന്തായിരുന്നു നിങ്ങളുടെ പ്രതികരണം? ആ 164 വാങ്ങിച്ച് കൈവച്ചു കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കോടതി. എത്ര മാസം അന്വേഷിച്ചു? 164ന്റെ അംശം കണ്ടെത്താൻ കഴിഞ്ഞോ? എന്നിട്ട് ഏറ്റവും ഒടുവിൽ ഈ തീവ്രവാദ സ്വഭാവ കേസിലെ പ്രതിക്ക്, ഓർക്കണം, 21 തവണ സ്വർണം കടത്തി ജയിലിൽ കിടന്ന പ്രതിക്ക് 10,000 ശമ്പളം, നടക്കാൻ XUV കാറ്, കൂടെ ഒപ്പം നടക്കാൻ പ്രൈവറ്റ് സെക്യൂരിറ്റി ഗാർഡ്, ഇടതു മുന്നണിക്കെതിരെ വാർത്താ സമ്മേളനം നടത്താൻ ചുവപ്പ് പരവതാനി വിരിച്ച ഓഫീസ് മുറി ആരാ കൊടുത്തത്? ഇന്ത്യയെ സംരക്ഷിക്കുന്ന ഇന്ത്യൻ ദേശീയതയുടെ അംബാസഡർ ആയിട്ടുള്ള രാഷ്ട്രീയ സ്വയം സേവക് സംഘം. RSS ഊട്ടുന്നു, RSS ഉറക്കുന്നു, RSS ശമ്പളം കൊടുക്കുന്നു, RSS XUV കാർ കൊടുക്കുന്നു, RSS പ്രൈവറ്റ് സെക്യൂരിറ്റിയെ നിർത്തുന്നു, എന്നിട്ട് വാർത്താ സമ്മേളനം നടത്തിക്കുന്നു. ആ വാർത്താ സമ്മേളനത്തിന്റെ കുറിപ്പടി വാങ്ങിച്ച് പോക്കറ്റിലിട്ട് സമരം ചെയ്യാൻ കോൺഗ്രസ് പ്രതിനിധിയുടെ സംഘം ഇവിടെ നിൽക്കുകയാണ്. ഏറ്റവും ഒടുവിൽ എന്നിട്ട് എന്ത് പറഞ്ഞു? ആങ്കർ ഓർമ്മിക്കേണ്ടതുണ്ട്, ഷാർജ ഭരണാധികാരിക്ക് കേരള മുഖ്യമന്ത്രി കൈക്കൂലി കൊടുത്തു. ഓൺ ചെയ്യുന്നുണ്ടോ കോൺഗ്രസ് പ്രതിനിധി? ഓൺ ചെയ്യുന്നുണ്ടോ BJP നേതാവ്? കേരളത്തിന്റെ GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന കേരളത്തിന്റെ ആഭ്യന്തര ഉൽപാദനത്തെക്കാൾ വരുമാനമുള്ള ഷാർജ ഭരണാധികാരിക്ക് കൈക്കൂലി കൊടുത്തു എന്ന് ഇവിടെ ഇരുന്ന് പറയുക. ഇത് ഷാർജ ഭരണാധികാരി അറിഞ്ഞാൽ ഇവരുടെയൊക്കെ ഗതി എന്താകും? ഇവരെ സംരക്ഷിക്കുന്ന പ്രൈവറ്റ് സെക്യൂരിറ്റി ഗാർഡ് എവിടെ പോയി ഒളിക്കേണ്ടതായി വരും? അതിന്റെ തുടർച്ചയിൽ എന്തൊക്കെ പറഞ്ഞു? വിമാനത്തിനുള്ളിലെ, അതേപോലെ സ്വർണ്ണക്കടത്തിന്റെ ഈന്തപ്പഴത്തിനുള്ളിലെ സ്വർണ്ണക്കുരു നമ്മൾ കണ്ടതല്ലേ? പരിശുദ്ധ ഖുർആനിനുള്ളിലെ സ്വർണ്ണക്കടത്ത് നമ്മൾ കണ്ടതല്ലേ? ഓഫായി പോയ GPS നമ്മൾ കണ്ടതല്ലേ? കത്തിപ്പോയ സെക്രട്ടേറിയറ്റിലെ ഫയലുകൾ നമ്മൾ കണ്ടതല്ലേ? മുഖ്യമന്ത്രിയുടെ മകളുടെ വിവാഹ ചടങ്ങ്, അതിലെ ചിത്രം നമ്മൾ കണ്ടതല്ലേ? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു, ഈ കള്ളം നമ്മൾ കണ്ടതല്ലേ? എത്ര കള്ളങ്ങൾ പിടിക്കപ്പെട്ടു? ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവിടെ കോൺഗ്രസ് നേതാവും BJP നേതാവും ഒറ്റ പച്ചക്കള്ളം കൂടെ നമുക്ക് മുമ്പിൽ ആവർത്തിച്ചു. എന്താ ആവർത്തിച്ചത്? CCTV ദൃശ്യം ചോദിച്ചു. മടിയിൽ കനമില്ലെങ്കിൽ അതങ്ങ് കൊടുത്താ പോരെയെന്ന്. മാതൃഭൂമി ഓൺലൈൻ മാസങ്ങൾക്ക് പുറകിൽ ചെയ്ത വാർത്തയെ ഞാൻ ഓർമ്മിച്ചെടുക്കുകയാണ്. ബഹുമാന്യനായ അങ്ങയുടെ സഹപ്രവർത്തകൻ R ശ്രീജിത്ത് അന്നെഴുതിയ വാർത്ത പ്രകാരം CCTV ഫുട്ടേജ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ആവശ്യപ്പെട്ടു. മെഗാബൈറ്റ് പോരാതെ വന്നു, ജിഗാബൈറ്റ് പോരാതെ വന്നു, ടെറാബൈറ്റ് ശേഷികളുള്ള ഹാർഡ് ഡിസ്കുകൾ GAD ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് അത് വാങ്ങുവാൻ ആഗോള ടെൻഡർ ക്ഷണിച്ചു.
കോൺഗ്രസ് പ്രതിനിധി ഓർമ്മിക്കേണ്ടത് CCTV ദൃശ്യം ചോദിച്ചപ്പോ 24 മണിക്കൂർ കൊണ്ട് ദൃശ്യം മാഞ്ഞു പോകുന്ന പ്രത്യേക CCTV CM ഓഫീസിലുണ്ടായിരുന്നു. ആ കാലം മാറി കേട്ടോ. ഇവിടെ ദൃശ്യം ചോദിച്ചപ്പോ 68 ലക്ഷം രൂപയുടെ ഹാർഡ് ഡിസ്ക് വാങ്ങി ടെറാബൈറ്റിൽ CCTV ഫുട്ടേജ് നൽകിയ കാലമാണ്. എന്നിട്ട് കണ്ടെത്തിയോ? കണ്ടുപിടിക്കാൻ കിട്ടിയ സാധ്യത അവർ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ അതിൽ സർക്കാരിന് ഉത്തരവാദിത്തമില്ല എന്നാണ് അങ്ങ് പറയുന്നത്. പക്ഷെ ഒരൊറ്റ കാര്യമുണ്ട്, ഈ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന BJPയുടെ സൗകര്യങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു അങ്ങനെ തന്നെ സർക്കാരിന്റെ സംവിധാനങ്ങളും ഉപയോഗിച്ചിരുന്ന ഒരു കാലമുണ്ട്. അത് മറന്നുകൊണ്ട് അവരുടെ വർത്തമാന കാലത്തെ പറ്റി മാത്രം നമുക്ക് പറയാൻ കഴിയില്ല. അതിന് ഒത്താശ ചെയ്തവർ ആരാണ്? അല്ല, നമ്മുടെ സർക്കാരിന് കീഴിൽ ഖജനാവിലെ പണം ചെലവഴിച്ച് ശമ്പളം കൊടുത്തൊരു ജോലിയിൽ അവർ പ്രവർത്തിച്ചിട്ടില്ലേ? അവർക്ക് വേണ്ടത്ര വിദ്യാഭ്യാസ യോഗ്യതയില്ലാതെ സംസ്ഥാന സർക്കാർ നിയമിച്ച ഖജനാവിൽ നിന്നാണോ ശമ്പളം കൊടുത്തത്? ഞാൻ പറഞ്ഞിട്ടില്ല, ആർക്കും പാടില്ല. സർക്കാർ നിയമിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചത് ശ്രീ നാരായണ നമ്പൂതിരി, ഞാൻ വരാം. ഞാൻ അങ്ങേക്ക് പറയാനുള്ളത് കേട്ടിട്ടേ ഈ ചർച്ച പൂർത്തിയാക്കുകയുള്ളൂ. എന്റെ ഫ്രണ്ടിൽ സമയം നോക്കാനുള്ള സംവിധാനമുണ്ട്. ഖജനാവിൽ നിന്ന് ശമ്പളം കൊടുത്തില്ലേ? ഖജനാവിൽ നിന്നല്ലേ ശമ്പളം? ഞാൻ പറയുന്നത് മാതൃഭൂമി ന്യൂസ് ഒരു വാഹനം ഓടിക്കുന്നതിന് വേണ്ടി കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ ഒരു ഏജൻസിക്ക് ആളുകളെ ഏൽപ്പിച്ചു എന്ന് കരുതുക. ആ ഏജൻസിക്ക് XOR-Y ആരോ വന്നു നിങ്ങളുടെ വാഹനം ഓടിച്ചു തിരികെ പോകുന്നു. അയാൾ ഒരു കേസിൽ പ്രതിയായി. നിങ്ങൾ കരാർ കൊടുത്ത കോൺട്രാക്ട് ഏജൻസി നിയമിച്ച തൊഴിലാളി, നിങ്ങൾ നേരിട്ട് നിയമിക്കാത്ത തൊഴിലാളി ഒരു കേസിൽ പ്രതിയായി. മാതൃഭൂമിക്ക് ആ കേസിൽ പങ്കുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ എങ്ങനെയിരിക്കും? അതേപോലെയല്ലേ ഈ സ്വർണ്ണക്കടത്ത് കേസിലെ എന്ന് പറയുന്ന ആണ് അവരുടെ നിയമനത്തിന് വഴിവെച്ചത് എന്ന ആരോപണം ഉന്നയിച്ചത് സ്വപ്ന സുരേഷാണ്. അതായത് M ശിവശങ്കറിനെ സ്വപ്ന സുരേഷിനേക്കാൾ കൂടുതൽ നമുക്ക് വിശ്വസിക്കേണ്ടതുണ്ടോ? അവർ തന്നെ പറഞ്ഞിരിക്കുന്നു. അങ്ങ് ആ പ്രതിയുടെ ആരോപണത്തെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ടോ? അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? അല്ല, അങ്ങ് ആ പ്രതിയുടെ ആരോപണത്തെ അങ്ങ് വിശ്വസിക്കുന്നു. ആ പ്രതിയുടെ ആരോപണത്തെ ഞാൻ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. അവർ കോട്ട് ചെയ്യുന്നത് M ശിവശങ്കറിനെയാണ്. അതായത് ഈ കോൺസുലേറ്റിൽ നിയമത്തിനപ്പുറത്ത് അവരുടെ സുരക്ഷിതത്വത്തിന് പ്രശ്നമാകുന്ന തരത്തിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് കേട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ഉണ്ടാക്കി കൊടുത്തത് M ശിവശങ്കറാണെന്ന് അവർ പറയുന്നു. M ശിവശങ്കറിനെ എന്തിന് ഞാൻ വിശ്വസിക്കണമെന്ന പ്രശ്നമുണ്ട്. കാരണം M ശിവശങ്കറിനെ ജോലിയിൽ നിന്ന് പുറത്തു നിർത്തിയതും ജയിലിൽ കിടത്തിയതുമൊക്കെ ഇവിടെ നിലവിലുള്ള അന്വേഷണ സംവിധാനമാണ്. ഞാൻ ആ സംവിധാനത്തെയാണ് വിശ്വസിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ അങ്ങേക്ക്? ഈ ചോദ്യങ്ങൾ ശ്രീ ജെയ്സി തോമസ് ഞാൻ അങ്ങയോട് ചോദിച്ചില്ലെങ്കിൽ ശ്രീ നാരായണൻ നമ്പൂതിരി സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഇടപെടുന്നുണ്ട്. എന്റെ ചോദ്യങ്ങളല്ല, മറുവിഭാഗം ഉന്നയിക്കുന്ന ചോദ്യമാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല പറയുമ്പോൾ ഞാൻ ഇടപെടുന്നുണ്ട്. അതും മറുഭാഗം ഉന്നയിക്കുന്ന ആരോപണങ്ങളാണ്, നിങ്ങളുടെ കൂടി ആരോപണമാണ്. നിങ്ങൾ ചോദിക്കുമ്പോഴും എന്റെ മുന്നിൽ വരുന്ന മറ്റു ചോദ്യങ്ങൾ ഞാൻ ചോദിക്കണ്ടേ? അപ്പോൾ ഞാൻ ഓൺ ചെയ്യുന്നുണ്ടോ എന്നാണോ അതിന് മറുപടി? തീർച്ചയായിട്ടും അങ്ങേക്ക് ചോദ്യം ചോദിക്കാം. പക്ഷേ അങ്ങ് ആ പ്രതിയുടെ വാചകത്തെ കോട്ട് ചെയ്തുകൊണ്ട് ചോദിക്കുന്നു. അങ്ങ് അത് ഓൺ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ ചോദിച്ചതാണ്. ഓൺ ചെയ്യുന്നില്ല, വിട്ടേക്കാം. ഞാനും ഓൺ ചെയ്യുന്നില്ല. നമ്മൾ ആരെ വിശ്വസിക്കാം? നമ്മൾ അന്വേഷണ സംഘത്തെ വിശ്വസിക്കാം. 96% കൺവിക്ഷൻ റേറ്റ് ഉള്ള കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള NIA വിശ്വസിക്കാം. ഈ 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്തതല്ലേ? ഈ മറ്റ് അങ്ങിപ്പോൾ നടത്തിയ എല്ലാ വെളിപ്പെടുത്തലുകളും, പ്രതിയുടെ അങ്ങ് കോട്ട് ചെയ്ത എല്ലാ വെളിപ്പെടുത്തലുകളും എത്രയോ മാസങ്ങളായി, ദിനരാത്രങ്ങളായി ചർച്ച ചെയ്ത മണിക്കൂറുകൾ, ദിവസങ്ങൾ, മാസങ്ങൾ, ആഴ്ചകൾ നമ്മൾ വെളുപ്പിച്ചില്ലേ? തെളിവിന്റെ ഒരു പൊടിപ്പ് കിട്ടിയോ? 96% ശേഷിയുണ്ടായിരുന്ന NIA-യിൽ നിന്ന്, ED-യിൽ നിന്ന്, കസ്റ്റംസിൽ നിന്ന്. അപ്പോൾ ഞാൻ ഇത്രേ സൂചിപ്പിച്ചുള്ളൂ. ഇവരുടെ നിയമനത്തെ സംബന്ധിച്ച് അങ്ങ് സൂക്ഷ്മമായി പരാമർശിച്ചു. ഞാൻ പറഞ്ഞു, നിയമിച്ചത് സംസ്ഥാന സർക്കാരല്ല. അത് അങ്ങയുടെ സ്ഥാപനത്തിൽ ഒരു കരാർ ഏതെങ്കിലും ഒരു ഏജൻസിക്ക് കൊടുത്താൽ ആ ഏജൻസിയുടെ കീഴിൽ XOR-Y ഒരു തൊഴിലാളി ജോലി ചെയ്താൽ അങ്ങയുടെ സ്ഥാപനത്തിലെ കരാർ ജീവനക്കാർക്ക് കീഴിൽ ആ കരാർ കമ്പനിയെ കുറിച്ചാണ് ശ്രീ മാത്യു കൊളനാടൻ നിയമസഭയിൽ ഉന്നയിച്ചതും ഇപ്പോൾ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുത്തിരിക്കുന്നതും കേട്ടോ. ആ വഴികളിലും പ്രതിപക്ഷത്തിന് ആരോപണമുണ്ട്. ശ്രീ നാരായണൻ നമ്പൂതിരി, അതായത് ശ്രീ ജെയ്സി തോമസ് പറഞ്ഞത് അങ്ങ് കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള സകല CCTV ദൃശ്യങ്ങളും കോപ്പി ചെയ്ത് അന്വേഷണ ഏജൻസികൾക്ക് കൊടുത്തിട്ടുണ്ട്. അന്വേഷണ ഏജൻസികളോട് ഈ നിർണായകമായ വെളിപ്പെടുത്തൽ സ്വപ്ന സുരേഷ് നേരത്തെ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും അന്വേഷിക്കാതിരുന്നിട്ട് അതിൽ നിന്ന് ആ ആരോപണം ഇപ്പോൾ നിൽക്കുന്നത്, ഇപ്പോൾ പോലും സംസ്ഥാന അധ്യക്ഷന്റെ പ്രതികരണം വരുന്നത് സ്വർണ്ണക്കടത്തു കേസിൽ ആരോപണം ഉന്നയിക്കപ്പെട്ട രാജ്യദ്രോഹ കേസിൽ ആരോപണം ഉന്നയിക്കപ്പെട്ട കുടുംബത്തിനെയൊക്കെ സംരക്ഷിക്കാനാണ് ഇത്തരം വിവാദങ്ങൾ വരുന്നത് എന്നാണ്. അതായത് ഈ കേസിനെ പറ്റി പറയുമ്പോൾ പോലും ഈ കേസല്ല
ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു തൽപര കക്ഷികളുടെയും പ്രഥമ പരിഗണനാ വിഷയം ഇന്ന് ശ്രീ പി സി ജോർജ് അറസ്റ്റ് ചെയ്യപ്പെട്ടതോ പി സി ജോർജിനെതിരായ പരാതി ഉയർന്നതോ ഒന്നുമല്ല. ആരുടെയും പരിഗണനാ വിഷയം നോക്കൂ, നമ്മൾ ഈ ചർച്ച നടത്തുമ്പോൾ പോലും ആരുടെയും പരിഗണനാ വിഷയം അതൊന്നുമല്ല. അപ്പോൾ മറ്റെന്തോ പരിഗണനാ വിഷയവും മറ്റെന്തോ താല്പര്യങ്ങളുമുണ്ട്. ശ്രീ നാരായണൻ നമ്പൂതിരി കേൾക്കാമോ? മധു കേൾക്കാം. ഓക്കെ മാധു, പരിഗണനാ വിഷയത്തെക്കുറിച്ച് മാധു ഉന്നയിച്ച വിഷയത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിച്ചത്. ആ സംസാരത്തിൽ നിന്ന് മാറി സംസാരിച്ചവർ ഇവർ രണ്ടുപേരാണ്, ജ്യോതികുമാർ ചാമക്കാലയും ജയിക്കുമാണ്. അവർക്ക് അവരുടേതായ ഈ സബ്ജക്റ്റിനെ കുറിച്ച് പി സി ജോർജിൻ്റെ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചാൽ UDF-ന് ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് അവർ മിണ്ടുന്നില്ല. ഓക്കെ, അവർ മറ്റു പല കാര്യങ്ങൾ പറയുന്നു. ഞാൻ ഈ വിഷയത്തിൽ ഊന്നി നിന്ന് തന്നെ സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇപ്പോൾ രണ്ടുപേരും ചില ആരോപണങ്ങൾ, ചില വിഷയങ്ങൾ ഉന്നയിച്ചതിനൊരു മറുപടി പറയാതെ മാധു ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി പറയാനൊക്കില്ല. ജ്യോതികുമാർ ചാമക്കാല ഈ RSS മേധാവി കേരളത്തിൽ വന്ന് ദേശീയ പതാക ഉയർത്താൻ സമ്മതിച്ചു. LDF അല്ല ഇപ്പൊ ഉന്നയിച്ചല്ലോ. അല്ല മാധു, ഇപ്പൊ ഉന്നയിച്ചപ്പോൾ അത് പഴയ വിഷയമാണോ എന്ന് മാധു പിൻവലിക്കപ്പെട്ടതല്ലേ? അതിന്റെ കാലഘടനയല്ലേ അദ്ദേഹം സൂചിപ്പിച്ചത്? അങ്ങ് പുതിയ വിഷയത്തിലേക്ക് വരൂ. അല്ലെന്നേ എന്റെ ചോദ്യം അല്ലല്ല ജ്യോതികുമാറിനും ജയിക്കിനും നിങ്ങൾ ഇത്രയും നേരം കൊടുത്തെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു 47ആയി. എനിക്ക് മറുപടി പറയാനുണ്ട്. RSS നേതാവിന്റെ പേരിൽ ഇന്ത്യയിൽ ഒരിടത്തും കേസില്ല. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. RSS നേതാവിന്റെ പേരിൽ ഇന്ത്യയിൽ ഒരിടത്തും കേസില്ല. ഏതെങ്കിലും വസ്തു തട്ടിയെടുത്തെന്നോ പണം തട്ടിയടിച്ചെന്നോ പുതിയ ഏതെങ്കിലും ED-യുടെ അന്വേഷണമോ ഒന്നും, ഇൻകം ടാക്സിന്റെ അന്വേഷണമൊന്നും അദ്ദേഹത്തിന്റെ പേരിലില്ല. അദ്ദേഹത്തിന് ഇന്ത്യയിലെ ഒരു പൗരൻ എന്നുള്ള നിലയിൽ എവിടെയും പോകാനുള്ള അവകാശമുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇനി ജയിക്ക് പറഞ്ഞത്, ജയിക്ക് ഈ തിരുവനന്തപുരത്ത് എങ്ങും മഴ പെയ്യാത്തപ്പോൾ ഇടിവെട്ടി ഏതാണ്ട് CCTV-യുടെ പോയെന്നോ ഒക്കെ ഒരു വാർത്ത ഉണ്ടായിരുന്നല്ലോ ക്ലിഫ് ഹൗസിലെ. അല്ല, ജ്യോതികുമാർ അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ. അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ മാന്യമായി നിൽക്കുകയായിരുന്നല്ലോ. അങ്ങ് തോന്നുമ്പോൾ വരുമ്പോഴെല്ലാം RSS-ന്റെ പുറത്ത് കയറുന്നതിൻ്റെ സംവിധാനം ഉണ്ടല്ലോ. അത് ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന, ഔദ്യോഗികമായി അംഗീകാരമുള്ള പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയെ നിങ്ങൾക്ക് പറയാനുള്ള അവകാശമുണ്ട്. അപ്പം ഞാൻ മറുപടി പറയുമ്പോൾ ഉടനെ അങ്ങ് അവത്തെ കയറി അതൊരു സുഖമായ നടപടിയല്ല. ഓക്കെ, അല്ല നിങ്ങൾ അംഗീകരിക്കുന്നോ? നിങ്ങളുടെ അംഗീകാരം ആർക്ക് വേണം സാർ? ഈ രാജ്യം തന്നെ നിങ്ങൾക്ക് അംഗീകാരം തരാത്തവരാ ഈ രാജ്യം. പിന്നെയാണോ ഞാൻ? രാജ്യം എഴുതി തള്ളിയവരല്ലേ സാർ താങ്കളുടെ പാർട്ടി? അതവിടെ നിൽക്കട്ടെ. ജ്യോതികുമാർ ഞാൻ ജയിക്കിന് മറുപടി കൊടുക്കരുതെന്ന് താങ്കൾക്ക് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെ നിന്നോളൂ. ജയിക്കിന് മറുപടി കൊടുക്കരുത്. ജയിക്കിന്റെ പാർട്ടി സംരക്ഷിക്കപ്പെടണമെന്ന് അഖിലേന്ത്യാ തലത്തിൽ സംരക്ഷിക്കപ്പെടുന്ന പോലെ ഇവിടെയും സംരക്ഷിക്കപ്പെടണമെന്ന് ജ്യോതികുമാർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇടപെട്ടോളൂ. അല്ലെങ്കിൽ ഞാൻ ജയിക്ക് പറഞ്ഞതിനും കൂടെ മറുപടി പറഞ്ഞിട്ട് നമുക്ക് പറയാം. ജയിക്ക് സൂചിപ്പിച്ചു അന്വേഷണം നടക്കുന്നു. ജയിക്ക് ഈ ക്ലിഫ് ഹൗസിലെ CCTV ഒരു മഴയും ഇല്ലാതെ ഇടിവെട്ടി പോയത് എങ്ങനെയാ സാർ? ഈ ചില റെക്കോർഡുകൾ മാത്രം സൂക്ഷിക്കുന്ന സെക്രട്ടേറിയറ്റിന്റെ മുറിയിൽ ഷോർട്ട് സർക്യൂട്ട് കൊണ്ട് തീ ഉണ്ടാകുന്നത് എങ്ങനെയാ സാർ? ഈ നയതന്ത്ര പരിരക്ഷ ഇല്ലാത്ത ആളുകൾക്ക് നിങ്ങൾ നയതന്ത്ര UAE-യുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാർക്ക് നയതന്ത്ര പരിരക്ഷ കൊടുക്കാൻ ഒരു അവകാശമില്ലാത്ത ഉദ്യോഗസ്ഥന്മാർക്ക്, കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥന്മാർക്ക് നിങ്ങൾ എങ്ങനെയാ നയതന്ത്ര പരിരക്ഷ കൊടുത്തത്? എങ്ങനെയാണ് സാർ? ഞാൻ ഡിപ്ലോമാറ്റിക് ബാഗേജിനെ കുറിച്ചല്ല ജയിക്കെ പറഞ്ഞത്. സ്വപ്നയുടെ മൊഴിയിൽ ഈ നിങ്ങൾ UAE-യിലേക്ക് പോകുമ്പോൾ സമ്മാനം കൊടുക്കാനുള്ള ബാഗേജ് മറന്നു വെച്ചു എന്നും അത് ഡിപ്ലോമാറ്റിക് അവകാശം ഉപയോഗിച്ച് മാർഗത്തിലൂടെ എത്തിച്ചു കൊടുക്കണമെന്നും പറഞ്ഞ ശിവശങ്കരന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, സ്വപ്നയും സമ്മതിച്ചത്. ആ ബാഗേജിനെ കുറിച്ച് ഇന്ത്യ അത് സ്കാൻ ചെയ്തപ്പോൾ രൂപയോ ഡോളറോ ഒക്കെ ആയിരുന്നെന്നാണല്ലോ സ്വപ്ന പറഞ്ഞത്. ഇന്ത്യയിൽ നിന്ന് രൂപ അങ്ങോട്ട് കടത്തിയതിനെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. മറ്റേ സ്വർണം കടത്തിയ ബാഗേജല്ല, അത് പിന്നെ ചെമ്പിൽ അവിടെ വന്നതാണല്ലോ, ബിരിയാണി ചെമ്പിൽ. അതവിടെ നിൽക്കട്ടെ, അതൊന്നും അല്ല വിഷയം. എൻ്റെ ചോദ്യം റിലവൻ്റ് ആണ്.
നിങ്ങൾ സ്വപ്നയെ ഓൺ ചെയ്യുന്നുണ്ടോ എന്ന് മാധുവിനോട് ചോദിച്ചു. സ്വപ്നയെ നിങ്ങൾ ഓൺ ചെയ്യുന്നില്ല, മറ്റ് അതിജീവിതയെ നിങ്ങൾ ഓൺ ചെയ്യുന്നു. അവിടെയാണ് തർക്കം. എന്തുകൊണ്ട് സ്വപ്നയെ ഓൺ ചെയ്യുന്നില്ല? സ്വപ്ന പറഞ്ഞ വഴി, ഈ അതിജീവിതയുടെ മുൻപിലത്തെ വഴി, അതിജീവിത ശരിയാണ്, ജ്യോതികുമാറിന് ചില പ്രശ്നങ്ങളുണ്ടാകും അതിജീവിതയുടെ ഈ കേസിനെ കുറിച്ച് പറയാൻ. അതിജീവിതയുടെ നേരത്തെ കുറെ വഴികളുണ്ടായിരുന്നല്ലോ, നേരത്തെ കുറെ വഴികളുണ്ടായിരുന്നല്ലോ. ആ വഴികൾ നിങ്ങൾ അന്വേഷിച്ചില്ലല്ലോ. അങ്ങനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. അത് നിയമപരമായി നിയമത്തിന്റെ കണ്ണിൽ അങ്ങനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. അതിനെ അന്വേഷിച്ച് നടപടി എടുക്കുക എന്ന് പറയുന്നത് പോലീസിന്റെ ചുമതലയാണ്, നിയമസഭയുടെ ചുമതലയാണ്. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ക്ഷമ ചോദിക്കണമെന്നുണ്ട്. പക്ഷേ ഈ വിഷയത്തിലേക്ക് നിൽക്കാതെ മറ്റു കാര്യങ്ങൾ ഉന്നയിച്ച സമയം പോയതിൽ നിങ്ങൾക്കും തുല്യ പങ്കുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഈ ചർച്ചയുടെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. എന്തായാലും അപ്രതീക്ഷിതമായ പല സംഭവ വികാസങ്ങൾ നാട്ടിൽ നടക്കുമ്പോൾ അത് സമകാലികമായ വർത്തമാനകാലത്തിലെ പല വിവാദങ്ങൾക്ക് മറപിടിക്കാൻ ഉള്ള ശ്രമമാണോ എന്ന ചോദ്യം പലരും ഉന്നയിക്കുന്നുണ്ട്. പൊതുജനങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി അതാണ് ഇന്നത്തെ ഈ അറസ്റ്റിനും ആരോപണത്തിനും അപ്പുറം തെളിഞ്ഞു നിൽക്കുന്നത്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.